ഗർഭത്തിൽ വെച്ച് തന്നെ കുട്ടികൾ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എലിശബ പുണ്യവതിയെ കാണുന്നതിന് വേണ്ടി കന്യാസ്ത്രീമറിയം പോയി. എലിശബ പുണ്യവതിയുടെ വയറ്റിലുണ്ടായിരുന്നു സ്നാപയോഹന്നാൻ. കന്യാസ്ത്രീമയുടെ വയറ്റിലുണ്ട് യേശുക്രിസ്തു. കന്യാസ്ത്രീമയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ എലിശബ പുണ്യവതി പറയുകയാണ്, അവൻ്റെ ശബ്ദം എൻ്റെ കർണപുടങ്ങളിൽ പതിച്ചപ്പോൾ എൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞ് തുള്ളിച്ചാടിയെന്നാണ്. എക്സ്റ്റേണൽ സ്റ്റിമുലയുമായി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് റിയാക്ട് ചെയ്യാൻ പറ്റും എന്ന് വേദപുസ്തകം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗർഭിണി കാണുന്ന സംഭവങ്ങൾ എങ്ങനെയാണ് ഗർഭത്തിലുള്ള കുഞ്ഞിനെ സ്വാധീനിക്കുന്നു എന്ന് വളരെ കൃത്യമായി ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കറുപ്പും വെളുപ്പും നിറമുള്ള ആടുകൾക്ക് പാല് കൂടുതലാണെന്ന് യാക്കോബ് കണ്ടു. എങ്ങനെ ആടുകൾക്ക് കറുപ്പും വെളുപ്പും ഉണ്ടാക്കാൻ പറ്റും? അന്ന് ഈ DNA മോളിക്കൂളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ യാക്കോബ് ഒരു ക്രൂഡ് ടെക്നോളജി പ്രയോഗിച്ചു. ആടുകൾ കിടന്ന ആലയുടെ മുമ്പാകെ തൂണുകൾ നാട്ടി അത് കറുപ്പും വെളുപ്പും നിറത്തിൽ പെയിൻറ്റ് ചെയ്തു. ആ നിറങ്ങൾ കണ്ടുകൊണ്ട് ഇണചേരുകയും ഗർഭകാലം കഴിച്ചുകൂട്ടുകയും ചെയ്തപ്പോൾ ജനിച്ച കുട്ടികൾക്ക് കറുപ്പും വെളുപ്പും നിറമുണ്ടാവുകയും യാക്കോബിന് ധാരാളം പാല് കിട്ടുകയും ചെയ്തു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നല്ല വെളുത്ത കുട്ടികൾ വേണമെങ്കിൽ സായിപ്പിൻ്റെ ഫോട്ടോ കൊണ്ടുകൊണ്ട് കിടക്കണമെന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. നമ്മുടെ ക്രൈസ്തവ സഭയിൽ ഒരു അലിഖിതമായ നിയമമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മനസ്സിലായാൽ ആദ്യം ചെയ്യേണ്ടത് പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് വികാരി അച്ഛനോട് പറയും, ഞാൻ ഗർഭിണിയാണെന്ന്. അപ്പോൾ അച്ഛന്മാർ സാധാരണ ചെയ്യുന്നത് ഒരു ഉണ്ണി യേശുവിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഗർഭിണി കിടക്കുന്ന മുറിയിൽ ഇത് വെച്ചുകൊണ്ട് ഗർഭകാലം അത് കണ്ടുകൊണ്ട് കഴിച്ചു കൂട്ടണമെന്ന് പറയും. അപ്പോൾ ഉണ്ണിയേശുവിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണിയേശുവിനെ പോലൊരു കുഞ്ഞുണ്ടാവും എന്ന ക്രൈസ്തവ സഭയുടെ വിശ്വാസം വളരെ ശരിയാണെന്ന് ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഗർഭകാലത്ത് അമ്മമാർ എന്ത് വായിക്കുന്നു എന്നുള്ളത് കുട്ടികളെ സ്വാധീനിക്കുന്നുവെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. ജർമ്മനിയിലെ സ്ട്രാസ്ബർഗ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിദ്ധമായൊരു ഗവേഷണം 200 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ഗർഭകാലത്ത് ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രം വായിച്ചുകൊണ്ട് ഗർഭകാലം കഴിച്ചുകൂട്ടിയ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പ്രസവിച്ച കുട്ടികളിൽ നല്ലൊരു പങ്ക് ശാസ്ത്രജ്ഞന്മാരാവുകയും ശാസ്ത്ര വിഷയങ്ങളിൽ നല്ല മാർക്കുകൾ ലഭിക്കുകയും ചെയ്തു. 200 ഗർഭിണികൾക്ക് യുദ്ധവീരന്മാരുടെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ജൂലിയസ് സീസറിൻ്റെയും ജംഗിസ് ഖാൻ്റെയും ഫെർണാണ്ട് ദ ഗ്രേറ്റിൻ്റെയൊക്കെ ജീവചരിത്രം വായിക്കാൻ കൊടുത്തു. ആ ജീവചരിത്രങ്ങൾ ഗർഭകാലത്ത് വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് പട്ടാളത്തിലും പോലീസിലും പോയി ചേർന്നു. അവർക്ക് ആ കാക്കയോടൊരു പ്രത്യേക സ്നേഹം വന്നു എന്നാണ് കണ്ടെത്തിയത്. 200 ഗർഭിണികൾ കൊടുത്തത് കത്തോലിക്കാ സഭ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളാണ്. കത്തോലിക്കാ സഭ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ച ഗർഭിണികൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും പിൽക്കാലത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളുമായി എന്നാണ് കണ്ടെത്തിയത്. നമ്മുടെ മക്കൾ ആരായിത്തീരണം നമുക്ക് ആഗ്രഹമുണ്ടോ ആ രീതിയിലുള്ള മഹാന്മാരുടെ ജീവചരിത്രം ഗർഭിണികൾ ഗർഭകാലത്ത് വായിക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ. ഗർഭമുള്ള സമയത്ത് അമ്മമാർ പഠിച്ചാൽ കുട്ടികൾക്ക് അസാധാരണമായ ബുദ്ധിശക്തിയും വളരെ ഉയർച്ചയും ഉണ്ടാവുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ഗർഭിണികൾ പഠിച്ചാൽ അവരുടെ തലച്ചോറിനകത്ത് ഇൻ്റലക്ച്വൽ വർക്കിന് വേണ്ടി ശരീരം ചില ഹോർമോൺസ് എൻസൈംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അത് അമ്മയുടെ തലച്ചോറിൽ കയറി ഇറങ്ങി വന്ന ശേഷം ഗർഭത്തിലുള്ള കുട്ടിയുടെ തലച്ചോറിലൂടെ കയറി ഇറങ്ങും. അതുകൊണ്ടാണ് ഗർഭകാലത്ത് പഠിച്ച സ്ത്രീകളുടെ കുട്ടികൾ പഠിക്കാൻ വളരെ മിടുക്കന്മാരായിത്തീരുന്നത്. അപ്പോൾ നല്ല മിടുക്കരായ കുട്ടികളുണ്ടാവണമെന്നൊരു സ്ത്രീക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഗർഭിണിയായിക്കഴിഞ്ഞാൽ പോയി നല്ലൊരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരണം. തകൃതിയായി അടിച്ച് പറത്തി അങ്ങ് പഠിക്കണം. പ്രസവിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗർഭകാലത്ത് ഭംഗിയായിട്ട് പഠിച്ചാൽ ആ കുട്ടി പഠിക്കാൻ വളരെ മിടുക്കനോ മിടുക്കിയോ ആയൊരു കുട്ടിയായി തീരുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയ നിലകളിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഗർഭത്തിൽ കിടന്ന 10 മാസവും എൻ്റെ അമ്മ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിക്കാൻ പോയിരുന്നു. അമ്മ 10 മാസവും തകൃതിയായി പഠിച്ച കാലത്താണ് ഞാൻ വയറ്റിൽ കിടന്നത്. ഞാൻ 7 ഡിഗ്രി പാസ്സാവാൻ പറ്റിയതും IAS പരീക്ഷ പാസ്സാവാൻ പറ്റിയതും ഒക്കെ ഞാൻ വയറ്റിൽ കിടന്ന കാലത്ത് അമ്മ പഠിച്ചതാണെന്ന് ഈ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഗർഭകാലത്ത് പുണ്യാത്മാക്കളെ പറ്റി പഠിക്കുകയും വേദപുസ്തകം വായിക്കുകയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം വായിക്കുകയൊക്കെ ചെയ്താൽ
ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി വളരെ നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയായി തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. പല സ്ത്രീകളും ഇപ്പോൾ ഇങ്ങനെയല്ല. ഗർഭിണിയായി കഴിഞ്ഞാൽ എൻ്റെ അമ്മ വയ്യെന്ന് പറഞ്ഞു ചാരുകസേര കയറി കിടന്ന സ്റ്റണ്ട് ചിത്രങ്ങൾ ഇട്ടുകൊണ്ട് കിടക്കും. അതിനകത്ത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ അടി വെടിയോ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോകലൊക്കെയാണ്. ഗർഭകാലത്ത് ഇങ്ങനെയുള്ള സ്റ്റണ്ട് ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗുണ്ടുകളും റൗഡികളും ആവാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. നമ്മൾക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് എത്ര വയസ്സ് വരെയാണ് സമയം ദൈവം തന്നിരിക്കുന്നത്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 12 വയസ്സ് വരെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ. ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ തലയോട്ടി ഒരു ടേപ്പ് വെച്ച് അളന്നാൽ 30 മുതൽ 33 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുട്ടിക്കൊരു 3 വയസ്സാകുമ്പോൾ വീണ്ടും തലയോട്ടി അളന്നാൽ 36 മുതൽ 39 സെൻറ്റിമീറ്റർ ചുറ്റളവായിരിക്കും. കുട്ടിക്കൊരു 7 വയസ്സാകുമ്പോൾ വീണ്ടും തലയോട്ടി അളന്നാൽ അത് 46 മുതൽ 49 സെൻറ്റിമീറ്റർ ആയിരിക്കും. കുട്ടിക്ക് 12 വയസ്സാവുമ്പോൾ കുട്ടിയുടെ തലയോട്ടി വീണ്ടും അളന്നാൽ അതിൻ്റെ സർക്കംഫറൻസ് 51 മുതൽ 55 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ തലച്ചോർ വളരുകയില്ല, ബുദ്ധിശക്തി വളരുകയില്ല. തലയോട്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള 8 ക്രേനിയൽ ബോൺസ് കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്ന പോലെ അങ്ങ് സെറ്റ് ചെയ്യും. പിന്നെ ആ മനുഷ്യൻ്റെ 112ാമത്തെ വയസ്സിൽ എൻ്റെ തലയോട്ടി അളന്നാൽ 12 വയസ്സിൽ എത്ര ഉണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ഈ ബുദ്ധിശക്തി എന്ന് പറയുന്നത്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നമ്മുടെ തലച്ചോറിനകത്ത് 60,000 ലക്ഷം ന്യൂറോൺസ് ഉണ്ട്. ഒരു ന്യൂറോണിന് 50 മുതൽ 2000 വരെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടാവും. തലച്ചോറിന് ത്രസിപ്പുണ്ടായിക്കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ന്യൂറോൺസ് ഇളകി ആടും. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസിന് മറ്റു ന്യൂറോണിൻ്റെ ബ്രാഞ്ചസുമായി കണക്ഷൻ വന്നാൽ അതിനെ ന്യൂറോളജിയിൽ പറയുന്ന സിനാപ്സ് എന്നാണ്. ഇങ്ങനൊരു സിനാപ്സ് അങ്ങ് ഫോം ചെയ്യും. ഒരിക്കൽ സിനാപ്സ് ഉണ്ടായാൽ മരണം വരെ ആ സിനാപ്സ് പിന്നെ പറഞ്ഞു പോവുകയില്ല. നമ്മുടെ തലച്ചോറിൻ്റെ എത്ര ന്യൂറോണിന് എത്ര സിനാപ്സ് ഉണ്ടായിട്ടുണ്ടോ അത്രയുമാണ് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിശക്തി, പഠിക്കാനുള്ള കഴിവ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 6 മാസക്കാലം കുട്ടികളുടെ തലച്ചോറ് റിയാക്ട് ചെയ്യുന്നത് 3 നിറങ്ങളോടാണ്. ചുവപ്പ്, പച്ച, മഞ്ഞ എന്ന 3 നിറങ്ങൾ. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ വിൻഡോ കട്ടറും ഡോർ കട്ടറും ഒക്കെ ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളാക്കണം. അമ്മ കുഞ്ഞിനെ എടുക്കാൻ പോകുമ്പോൾ പ്ലെയിൻ സാരി എടുത്തുകൊണ്ട് പൊക്കളയരുത്. ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങൾ ഇടകലർന്ന സാരിയും ബ്ലൗസ് കൊടുത്തുകൊണ്ടേ അമ്മ കുഞ്ഞിനെ എടുക്കാവും. അപ്പം അമ്മയെ കാണുന്ന പ്രോസസ്സിൽ തന്നെ കുട്ടികൾക്ക് ഈ 3 നിറങ്ങളൂടെ കാണാൻ പറ്റും. അപ്പോൾ തലച്ചോറ് ത്രസിക്കുകയും കുട്ടിക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവുകയും ചെയ്യും. കുഞ്ഞിനെ വേലക്കാരി എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ വേലക്കാരിക്ക് 3 സെറ്റ് സാരിയും ബ്ലൗസും വാങ്ങിച്ചു കൊടുക്കണം. ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങൾ ഇടകലർന്ന സാരിയും ബ്ലൗസ്. ഭാര്യമാർ തന്നെ വാങ്ങിച്ചു കൊടുത്തേക്കണം. ഭർത്താക്കന്മാരെ കൊണ്ട് വാങ്ങിച്ചു കൊടുപ്പിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിക്കളയല്ല. അപ്പോൾ വേലക്കാരി ഓരോ തവണ കുഞ്ഞിനെ എടുക്കുമ്പോഴും ആ ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങൾ കാണുമ്പോൾ കുട്ടിയുടെ തലച്ചോറ് ത്രസിക്കുകയും സിനാപ്സിസ് കൂടുകയും ബുദ്ധിശക്തി വർദ്ധിക്കുകയും ചെയ്യും. 6 മാസം തൊട്ട് 1 വയസ്സ് വരെ തലച്ചോറ് റിയാക്ട് ചെയ്യുന്നത് പ്രകാശത്തോടാണ്. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ പ്രകാശം കത്തുകയും അണയുകയും ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. നമ്മുടെയൊക്കെ വീട്ടിൽ ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ കുറേയേറെ വിളക്കുകൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മിന്നാമിന്നിങ് വിളക്കുകൾ കത്തുകയും അണയുകയും ചെയ്യുന്ന രീതിയിൽ. ജനുവരി 5 ആകുമ്പോൾ നമ്മളതെല്ലാം പൂട്ടിയെടുത്ത് അലമാരി വെച്ചേക്കും. പിന്നെ ഡിസംബറിലേ എടുക്കുകയുള്ളൂ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച വിളക്കുകൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി വികസിപ്പിക്കാൻ ഭയങ്കര കഴിവുണ്ട്. കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ ഈ ലൈറ്റുകൾ കത്തുക കാണുകയും ചെയ്തതിൽ സെറ്റ് ചെയ്യുക. ആ കൂടുതൽ ലൈറ്റുകൾ ഇങ്ങനെ കത്തുക കാണുകയും ചെയ്യുന്ന കാണുമ്പം കുഞ്ഞിൻ്റെ തലച്ചോറ് ത്രസിക്കുകയും കുട്ടിക്ക് വലിയ ബുദ്ധിശക്തി ഉണ്ടാവുകയും ചെയ്യും. 1 വയസ്സ് തൊട്ട് 1.5 വയസ്സ് വരെ ചലിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടി കൊടുക്കണം. ചലനം മുഖത്തുള്ള 2 കണ്ണുകൾ മോണിറ്റർ ചെയ്യും. ശബ്ദം തലയുടെ 2 സൈസുള്ള ചെവികളാണ് മോണിറ്റർ ചെയ്യുന്നത്. ചലനവും ശബ്ദവും കുട്ടി മോണിറ്റർ ചെയ്യുമ്പോൾ ആ കുട്ടി പിൽക്കാലത്ത് തലച്ചോറ് ഏകോപിച്ച് പ്രവർത്തിക്കാനുള്ള മൾട്ടി ഫേസഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു കുട്ടിയായി തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. 1.5 വയസ്സ് തൊട്ട് 2.5 വയസ്സ് വരെ അച്ഛനും അമ്മയും കുട്ടികൾക്ക് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തിരിക്കണം. അതിലേറ്റവും ആദ്യത്തത് പൊട്ടുന്ന കളിപ്പാട്ടങ്ങളാണ്. പൊട്ടാത്ത കളിപ്പാട്ടം കൊണ്ട് കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവില്ല. കളിപ്പാട്ടം പൊട്ടണം. കളിപ്പാട്ടം പൊട്ടിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെച്ച ശേഷം അമ്മയും കുഞ്ഞും കൊണ്ടിരുന്ന അല്ലെങ്കിൽ അപ്പനും കുഞ്ഞും കൊണ്ടിരുന്ന കളിപ്പാട്ടം റിപ്പയർ ചെയ്യണം. എത്രത്തോളം കളിപ്പാട്ടങ്ങൾ റിപ്പയർ ചെയ്ത് റീഫങ്ഷണലാക്കാൻ പറ്റുന്നോ അത്രയും നിങ്ങളുടെ കുഞ്ഞ് പിൽക്കാലത്ത് വലിയൊരു ശാസ്ത്രജ്ഞനായിത്തീരും, ഒരു എഞ്ചിനീയറായിത്തീരും, ഒരു IAS ഉദ്യോഗസ്ഥനായി IPS ഉദ്യോഗസ്ഥനായി തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. എൻ്റെ വീട്ടിൽ എനിക്കും ഭാര്യയ്ക്കും ജോലിയായിരുന്നു.
ഞങ്ങൾ അടുത്തുള്ള ഒരു സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു റിപ്പയറുകാരനെ വിളിക്കുമായിരുന്നു. അവനാണ് വന്നിരുന്ന ഈ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കാണിച്ചത്. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് എൻ്റെ മോള് ബിടെക്കിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നത് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് റീഫങ്ഷനിലാക്കാൻ പറ്റിയാൽ നമ്മുടെ മക്കളെ ഒരു IAS എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ശാസ്ത്രജ്ഞനോ ഒക്കെ ആയി തീർക്കാൻ പറ്റുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് കുട്ടി കൊടുക്കാതെ അലമാരിയിൽ വെച്ച് പൂട്ടരുതെന്ന് ശാസ്ത്രജ്ഞന്മാർ. കളിപ്പാട്ടം വാങ്ങിച്ചില്ലേ വാങ്ങിക്കണ്ട. കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് അലമാരി വിളിച്ച് പൂട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞ് അലമാരയുടെ മുമ്പിൽ വന്ന് വായിൽ വെള്ളം ഊറി ഇതിനെ കണ്ടുകൊണ്ടിരിക്കും. കുട്ടിയുടെ മനസ്സിലേക്ക് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്ന കുട്ടികൾ പിൽക്കാലത്ത് മിക്കവാറും അപ്പൻ്റെ ചെവിക്കലിന് അടി കൊടുക്കും എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. അവൻ ആ കളിപ്പാട്ടം കളിക്കാൻ കൊടുക്കാതിരിക്കുന്നതിൻ്റെ വൈരാഗ്യം അവൻ സൂക്ഷിക്കും. 10-25 കൊല്ലം കഴിഞ്ഞാൽ അപ്പന് ഇരിപ്പാവും, ഇവനിച്ചിരി മസലൊക്കെ ആവും, അടി ഉറപ്പെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചില്ലേ വാങ്ങിക്കണ്ട, വാങ്ങിച്ചാൽ കുട്ടി കളിക്കാൻ കൊടുത്തിരിക്കണം എന്ന് ശാസ്ത്രജ്ഞന്മാർ. രണ്ടാമതായി കുട്ടികൾക്ക് ചിത്രങ്ങൾ കൊടുക്കണം കളിക്കാൻ. ചിത്രം കുറച്ചു നേരം കളിച്ചിട്ട് കുട്ടിയുടെ കൈവച്ച് ചിത്രം കീറിക്കഴിഞ്ഞാൽ അത് സൂക്ഷിച്ചു വെച്ച ശേഷം അമ്മയും കുഞ്ഞും കൊണ്ടിരുന്ന ചിത്രത്തിൻ്റെ പുറകുവശത്ത് സെലോ ടേപ്പ് പൊട്ടി ചിത്രം പുനഃസ്ഥാപിക്കണം. എത്രത്തോളം ചിത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ മക്കൾ വലിയ കലാകാരന്മായി തീരും. ഒരു മൈക്കലാഞ്ചലോയോ ഒരു പാട്ടുകാരൻ യേശുദാസോ ഒരു രാജാ രവിവർമ്മയൊക്കെ ആവാൻ സാധ്യത വർദ്ധിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ. മൂന്നാമതായി കുട്ടികൾ കൊടുക്കേണ്ടത് ബലൂണുകളാണ്. കുട്ടി ബലൂൺ വെച്ച് കളിക്കും. പെട്ടെന്ന് ബലൂൺ ടപ്പെന്ന് പൊട്ടിപ്പോവും. ഒരു ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ കൊടുക്കുക, ആ ബലൂൺ പൊട്ടുമ്പോൾ അടുത്ത ബലൂൺ കൊടുക്കുക. ബലൂൺ പൊട്ടുമ്പോൾ കുഞ്ഞ് വലിയ വായിലെ കരയും, അച്ഛൻ വലിയ വായിലെ ചിരിക്കുക. അപ്പനറിയത് പൊട്ടുന്ന സാധനമാണ്. എത്രത്തോളം ബലൂണുകൾ പൊട്ടിക്കുന്നുവോ അത്രത്തോളം ആ കുഞ്ഞിന് മനസ്സിലാവും ജീവിതം നശ്വരമാണ്, ഞാൻ മരിച്ചു പോകും. അപ്പം ഞാൻ മരിച്ചാൽ ഈ ദേശത്തെ ആളുകൾ എന്നെ ഓർത്തിരിക്കണം. അതിനുവേണ്ടി കുട്ടി അനശ്വരനാവാൻ നോക്കും. ഇംഗ്ലീഷിൽ പറയും ഫെയിം ഇസ് ദ ലാസ്റ്റ് ഇൻഫോർമിറ്റി ഓഫ് നോബിൾ സോൾസ് എന്ന്. മഹാന്മാരുടെ ഒരു വീക്ക്നെസ്സാണ് പ്രശസ്തി. അങ്ങനെ അവൻ പ്രശസ്തനായി അവൻ മരിച്ചാലും ഈ ലോകം ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയായി തീരും. ചില കുട്ടികൾക്ക് മനസ്സിലാവും ശരീരം നശ്വരമാണ്, പക്ഷേ ആത്മാവ് അനശ്വരമാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഒരു മദർ തെരേസയോ ഒരു വിവേകാനന്ദ സ്വാമികളോ ഒരു പരിമൾ തിരുമേനിയൊക്കെ ആവാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ. നാലാമതായി കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു കാര്യം ചെയ്തിരിക്കണം. മുത്തശ്ശനെയും മുത്തശ്ശിയും ശുശ്രൂഷിക്കുമ്പോൾ കുട്ടിയും കൂടെ വിളിച്ചു നിർത്തി കുട്ടിയുടെ സാന്നിധ്യത്തിൽ വേണം ശുശ്രൂഷിക്കാൻ. കുട്ടിക്കോടൊരു ചെറിയ പാർട്ടിസിപ്പേഷൻ കൊടുത്താൽ നല്ലത്. മോനെ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വേടാ, മോളെ ഒരു തോർത്തെടുത്തുകൊണ്ട് അമ്മച്ചിയും തുടക്കട്ടെ. അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനെയും ശുശ്രൂഷിക്കുന്ന കുട്ടികൾ കണ്ടാൽ കുട്ടി പിൽക്കാലത്ത് മഹാനായൊരു ഡോക്ടറായി തീരാനുള്ള ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേലായി തീരാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ. അല്ലാതെ അപ്പനെ ചീത്തയും വിളിച്ചിട്ട് മോനെ ഡോക്ടർ ആവടാ എന്ന് പറഞ്ഞാൽ അവൻ ഡോക്ടറും ആവില്ല, കമ്പൗണ്ടറും ആവില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. പല വീടുകളിലും ഓഫീസിൽ നിന്ന് വരുന്ന അപ്പൻ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പനും പട്ടിക്കും ചോറ് കൊടുത്തോന്ന്. അപ്പനും പട്ടി ഒരു റാങ്ക, അപ്പനും പട്ടിക്കും ചോറ് കൊടുത്തോന്ന് ചോദിക്കുന്ന വീടുകളിൽ മഹാന്മാരായ ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. 2.5 വയസ്സ് കഴിയുമ്പോൾ കുട്ടിയുടെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം തുടങ്ങുകയാണ്. കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ മെമ്മറി, ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഈ കഴിവുള്ളൊരു കുട്ടിക്ക് മാത്രമേ MBBS പാസ്സാവാൻ പറ്റൂ. ഈ കഴിവുള്ളൊരു കുട്ടിക്ക് മാത്രമേ എഞ്ചിനീയറിംഗ് പാസ്സാവാൻ പറ്റുള്ളൂ. ഈ കഴിവുള്ളൊരു കുട്ടിക്ക് മാത്രമേ IAS പരീക്ഷ പാസ്സാവാൻ പറ്റൂ. ഈ കഴിവുള്ള ഒരാളിന് മാത്രമേ ഒരു PhD തീസ് എഴുതാൻ പറ്റുള്ളൂ. PhD തീസ് എഴുതണമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ലിറ്റററി സർവേ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സർവേ ആണ്. അത് ചെയ്യണമെങ്കിൽ താരതമ്യ പഠനത്തിലുള്ള കഴിവുണ്ടായിരിക്കണം. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 2.5 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയെ അപ്പനും അമ്മയും കൂടെ യാത്ര ചെയ്യാൻ കൊണ്ടുപോകണം. കുട്ടി റോഡിലേക്ക് ഇറങ്ങും. ആദ്യം ഒരുത്തൻ സൈക്കിൾ വരുന്ന രണ്ട് വീല്, പിന്നെ ഒരു ഓട്ടോറിക്ഷ വരുന്ന 3 വീല്, പിന്നെ ഒരു കാറ് വരുന്ന 4 വീല്, ലോറിക്ക് 8, ടണ്ണറിന് 18. കുട്ടി ഇങ്ങനെ പലതരം വാഹനങ്ങളെ കാണും. കുട്ടി ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തും. ഒരു മനുഷ്യൻ വെളുത്തിരിക്കുന്നു, വേറൊരു മനുഷ്യൻ കറുത്തിരിക്കുന്നു, മൂന്നാമതൊരാൾ മഞ്ഞ നിറം, അതിനപ്പുറത്തൊരാൾ ബ്രൗൺ നിറം, അഞ്ചാമതൊരുത്തര നിറം ഏതാണെന്ന് കമ്പ്യൂട്ടർ നോക്കണമെങ്കിൽ നിറം കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ പല നിറങ്ങളുള്ള മനുഷ്യർ, പല ഹൈറ്റുള്ള മനുഷ്യർ. കുട്ടി ഇതിനൊക്കെ ഇങ്ങനെ താരതമ്യ പഠനം നടത്തും. കുട്ടിക്ക് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഉണ്ടാവും. കുട്ടിയെ മൃഗശാലയിൽ കൊണ്ടുപോകണം. കുട്ടി കുരങ്ങൻ എന്ന് പറഞ്ഞൊരു പടം
കുട്ടിയുടെ നഴ്സറി ബുക്കിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ മൃഗശാലയിൽ ചെല്ലുമ്പോൾ 20 തരം കുരങ്ങന്മാരാണ്. ഒരു മുറിയിലൊരു ഗൊറില്ല, അപ്പുറത്തെ മുറി ഒരു ചിമ്പൻസി, അത് കഴിഞ്ഞൊരു മുറിയിലിരിക്കുന്നൊരു ബാബൂൺ, അതിൻ്റെ അപ്പുറത്തെ മുറിയിരിക്കുന്നൊരു ഉറാങ്ങുട്ടാൻ, അതിനപ്പുറത്തൊരു സിംഹവാലൻ കുരങ്ങൻ, അതിനപ്പുറത്തൊരു സാമി കുരങ്ങൻ. കുട്ടി കുരങ്ങന്മാരെ കമ്പയർ ചെയ്യും. കുട്ടിക്ക് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഡെവലപ്പ് ചെയ്യും. ഇത് ഡെവലപ്പ് ചെയ്തെങ്കിലേ കുട്ടിക്കൊരു നല്ല പ്രൊഫഷണൽ ആവാനായിട്ട് പറ്റുള്ളൂ. ഒരു മനുഷ്യൻ ഭൂമിയിൽ ആരായിത്തീർന്ന് നിശ്ചയിക്കുന്ന കാലഘട്ടം ഏതാണ്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 3 വയസ്സ് തൊട്ട് 7 വയസ്സുള്ള ഒരു 4 വയസ്സാണ് കുട്ടി ഈ ഭൂമിയിൽ ആരാവും തീരുമാനിക്കുന്ന കാലഘട്ടം. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2, ഈ 4 വർഷങ്ങളാണ് കുട്ടി ആൽബർട്ട് ഐൻസ്റ്റൈൻ ആവണമോ, ഇമ്മാനുവൽ കാന്റ് ആവണമോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവണമോ, അതോ വീരപ്പനായി തീരണമോ എന്ന് തീരുമാനിക്കുന്ന കാലഘട്ടം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ആ പ്രായം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആ വീട്ടിൽ അംഗമാണെന്നുള്ളത് അപ്പനും വല്യപ്പനും വല്യമ്മയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പോൾ അതല്ല. LKG, UKG, സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2, 4 വർഷങ്ങൾ കുട്ടി ആരായി തിരഞ്ഞെടുക്കുന്ന വർഷങ്ങളാണ്. ആ സമയത്ത് കുട്ടിയെ വളരെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മഗ്രൂവൽ കമ്പനി 20,000 മഹാന്മാരുടെ ജീവചരിത്രം എടുത്ത് ഒരു പുസ്തകം എഴുതി, എൻസൈക്ലോപീഡിയ ഓഫ് ബയോഗ്രഫീസ്. ആ 20,000 പേരെ പഠിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ലോകത്തിൽ മഹാന്മാരായ 20,000 പേരിൽ 15,000 പേരും 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശനും വളർത്തിയ കുട്ടികളാണ്, അപ്പനമ്മയും വളർത്തിയ കുട്ടികളല്ല. സോക്രട്ടീസ് 3 വയസ്സായപ്പോഴേ അപ്പം മരിച്ചുപോയി, മുത്തശ്ശി കൊണ്ട് വളർത്തിയ. പ്ലേറ്റോയ്ക്ക് 4 വയസ്സായപ്പോൾ അപ്പം മരിച്ചുപോയി, മുത്തശ്ശി കൊണ്ട് വളർത്തി. അരിസ്റ്റോട്ടലിന് 6 വയസ്സായപ്പം അപ്പനും അമ്മയും മരിച്ചുപോയി, വല്യമ്മച്ചി കൊണ്ടുപോയി വളർത്തിയ. ബുദ്ധഭഗവാൻ ജനിച്ച 6-ാം ദിവസം മായാദേവി അമ്മ മരിച്ചുപോയി, മായാദേവിയുടെ അമ്മയുടെ അമ്മ കൊണ്ടുപോയി ബുദ്ധഭഗവാനെ വളർത്തി. പ്രവാചകനായ മുഹമ്മദ് നബി ഗർഭത്തിലിരുന്നപ്പോഴേ അപ്പം മരിച്ചുപോയി, 6 വയസ്സായപ്പോൾ അമ്മയും മരിച്ചുപോയി. മുത്തച്ഛൻ മുത്തലീബും ഭാര്യയും കൊണ്ടുപോയി മുഹമ്മദ് നബിയെ വളർത്തി. ഐസക് ന്യൂട്ടൺ ഗർഭത്തിലിരുന്നപ്പോഴേ അപ്പം മരിച്ചുപോയി, അമ്മ ഓരോരുത്തനെ കെട്ടി, അമ്മയുടെ അമ്മ കൊണ്ടുപോയി ഐസക് ന്യൂട്ടനെ വളർത്തി. ഇമ്മാനുവൽ കാന്റ് 1 വയസ്സായപ്പോഴേ അപ്പനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, വല്യമ്മച്ചി കൊണ്ടുപോയി വളർത്തി. പരിമൽ തിരുമേനിക്ക് 6 വയസ്സായപ്പോൾ അമ്മ മരിച്ചുപോയി, മുത്തശ്ശി കൊണ്ട് വളർത്തി. ലോകചരിത്രത്തിലെ മഹാന്മാരുടെ 4-ൽ 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ മുത്തശ്ശനും വളർത്തിയ കുട്ടികളാണ്, അപ്പനും അമ്മയും വളർത്തിയ കുട്ടികളല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ശാസ്ത്രജ്ഞന്മാർ കൂലങ്കുഷമായി പഠിച്ചിരിക്കുകയാണ്. കുഞ്ഞു മുത്തശ്ശിയുടെ മടിയിൽ കയറിയിരിക്കും. മുത്തശ്ശി പതുക്കെ കഥ പറഞ്ഞു തുടങ്ങും. മുത്തശ്ശി പെൻഷനൊക്കെ പറ്റി വന്ന് വീട്ടിൽ ഇരിക്കുകയാണ്. അടുക്കളയുടെ താക്കോലൊക്കെ മരുമോള് പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അവസാനം മുത്തശ്ശിയുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. അപ്പോഴാണ് ഈ കുഞ്ഞു വന്ന് മടി കയറുന്നത്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, കൊച്ചുമക്കൾ കിരീടമാണെന്നാണ്. കൊച്ചുമക്കൾ തലയുടെ മുകളിലാണ്. വഷളായി കളയരുത്, തലയുടെ മുകളിലാണ്. ഒരാൾ നീതിമാനാണെന്ന് എങ്ങനെ അറിയാം? വേദപുസ്തകം കൃത്യമായി പറയുന്നു, നീതിമാനെ ഞാൻ മക്കളുടെ മക്കളെ കാണിക്കും. മക്കളുടെ മക്കളെ കണ്ടാൽ അതിൻ്റെ അർത്ഥം ആള് നീതിമാനാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ നീതിമാൻ്റെ സർട്ടിഫിക്കറ്റ് തന്ന ഒന്നാണ് നമ്മുടെ കൊച്ചുമക്കൾ. മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ ജോലി തിരക്കും മറ്റ് പല കാര്യങ്ങളും കാരണം മക്കളെ വളർത്താൻ അധികം ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല അപ്പനും അമ്മയ്ക്കും. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഫുൾ ടൈമാണ് ആ വളർത്തൽ. ആ വളർത്തൽ കൊണ്ട് എന്തുകൊണ്ടാണ് മഹാന്മാരുണ്ടാവുന്നത്? ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, കുട്ടി മുത്തശ്ശൻ്റെ മടിയിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി കഥ പറഞ്ഞു തുടങ്ങും. പണ്ടൊരിടത്ത് രാജാവ് ഉണ്ടായിരുന്നു. ലോങ് ഇയേഴ്സ് ദെർ വാസ് എ കിങ് വൺസ് അപ്പോൺ എ സ്റ്റോറി ടൈം എന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് കഥകൾക്ക് ഡെഫിനറ്റ് പീരീഡ് ഉണ്ട്. 250 കൊല്ലത്തിന് മുമ്പ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്നപ്പോൾ, 500 കൊല്ലത്തിന് മുമ്പ് അക്ബർ ചക്രവർത്തി മുഗൾ ചക്രവർത്തി ആയിരുന്നപ്പോൾ, കുട്ടി ഈ ചരിത്രത്തെ തലച്ചോറുകൊണ്ട് അപഗ്രഥിക്കാൻ നോക്കും. മഹാന്മാരുടെ ഏറ്റവും വലിയ കഴിവാണ് സെൻസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രപരമായ അവബോധം. അപ്പോൾ ചരിത്രത്തെ അപഗ്രഥിക്കാൻ കഴിവുള്ള തലച്ചോറുള്ളൊരു കുട്ടിയായി തീരും ആ കുട്ടി, മുത്തശ്ശിയുടെ കഥകൾ കേൾക്കുന്ന കുട്ടി.
രണ്ടാമതായി മുത്തശ്ശി പറയുന്ന കഥകൾക്കകത്തൊക്കെ വലിയ ഹീറോസാണ്. മോശ, നോഹ, ഹെർക്കുലീസ്, സിൻബാദ്, ഇങ്ങനെയൊക്കെ വലിയ ആളുകളാണ്. കുട്ടിക്ക് ആ ഹീറോസിനോട് ഒരു ആരാധന ഉണ്ടാവും. എനിക്ക് ഇവരെ പോലെയൊക്കെ ആവണം. അതുകൊണ്ട് ആ മഹാന്മാരുടെ ഗുണങ്ങൾ തന്നിലേക്ക് സാംശീകരിക്കാൻ കുട്ടികൾ ശ്രമിക്കും. അത് ആ കുട്ടിയെ മഹാനാക്കുന്ന പ്രോസസ്സിൻ്റെ ഭാഗമാണ്. മൂന്നാമതായി മുത്തശ്ശി കഥ പറയും. മുത്തശ്ശി കഥ പറയുമ്പോൾ ആ കഥയുടെ ഭാഗമായി ഈ മഹാന്മാർ ചില പ്രശ്നങ്ങൾ ചെന്നപ്പെടും. അപ്പോൾ കറക്റ്റ് തീരുമാനമെടുത്ത ശേഷമാണ് അവർ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ മഹാന്മാരുടെ പ്രോബ്ലം സോൾവിങ് കേട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുണ്ടാവും, തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാവും, മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടാവും. നാലാമതായി മുത്തശ്ശിയുടെ കഥ പറയുന്ന കുട്ടികൾക്ക് ഭാഷാജ്ഞാനം കിട്ടും. 65 വയസ്സുകൊണ്ട് വല്യമ്മച്ചി നേടിയ ഭാഷാപരമായ അറിവ്, വാക്കുകളുടെ കഴിവ് ഇത് കുട്ടിയിലേക്ക് സംക്രമിക്കും. 9500 വാക്ക് മാസ്റ്റർ ചെയ്തെങ്കിലും ഒരു കുട്ടിക്ക് നല്ല ലേഖനം എഴുതാൻ പറ്റുള്ളൂ. 12000 വാക്കുകൾ മാസ്റ്റർ ചെയ്താൽ ഒരു കുട്ടിക്ക് മൈക്കിൽ കൂടെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ ആ ഭാഷയിൽ. മുത്തശ്ശിയുടെ കഥ കേൾക്കുന്ന കുട്ടികൾക്ക് ഈ ഭാഷ വൊക്കാബുലറി കിട്ടും. ആ മുത്തശ്ശി ഒരു സ്കൂൾ ടീച്ചറോ വല്ലതും ആണെങ്കിൽ പിള്ളേരെ കോളടിച്ചു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പഠിപ്പിക്കാനുള്ള കഴിവും കൂടി ആ കഥയ്ക്കകത്തോട്ട് വരും. അപ്പോൾ ഭാഷാജ്ഞാനം വളരെ നന്നായി ഉണ്ടാവും. അഞ്ചാമതായി കുട്ടികൾ മുത്തശ്ശൻ്റെ മടിയിൽ ചെല്ലും. മുത്തശ്ശൻ പതുക്കെ കഥ പറഞ്ഞു കൊടുക്കും. എനിക്ക് 12 വയസ്സുള്ളപ്പം ഞാനും എൻ്റെ മുത്തപ്പനും കൂടെ പമ്പയാറ്റി പോയ മോനെ, അവിടെ പോയൊരു മുതലെ പിടിച്ചടാ, ഞങ്ങൾ കാലും കൈയെല്ലാം കെട്ടിക്കൊണ്ടുവന്നു. ശുദ്ധ കള്ളമാണ്. വല്യപ്പൻ മുതലേ പോയിട്ട് ആമയെ പോലും പിടിച്ചിട്ടില്ല. പക്ഷെ വല്യപ്പൻ്റെ ഈ വീരവാദം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും, ഓ എൻ്റെ വല്യപ്പൻ മുതലേ പിടിച്ച വല്യപ്പൻ. പിന്നെ വല്യപ്പന്മാർ കുറച്ച് കുടുംബേടത്തരം പറയും. എല്ലാ കുടുംബേടത്തരും 60% കള്ളമാണ്. പക്ഷേ ഈ കള്ളങ്ങളെല്ലാം കേൾക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും, ഓഹോ എൻ്റെ കുടുംബം ഭയങ്കര കുടുംബമാണ്. കുട്ടികൾക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും, തന്നെപ്പറ്റി തന്നെ ഒരു മതിപ്പുണ്ടാവും. ഞാൻ വലിയ ആളുകൾക്ക് ജനിച്ച ആളാണ് എന്നൊരു മതിപ്പുണ്ടാവും. ഇടയ്ക്ക് വല്യപ്പം വല്യമ്മയെ വഴക്ക് പറയും, പോടി പൊട്ടി എന്ന് പറയും. കുട്ടി വല്യമ്മയുടെ മുഖത്ത് നോക്കും. വല്യപ്പൻ മുമ്പ് വെച്ച് തിരുത്താൻ പറ്റിയല്ല. വല്യപ്പൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഉണ്ടല്ലോ, മുത്തശ്ശി കുഞ്ഞിനെ ഇഞ്ഞ് വിളിക്കും, എൻ്റെ മോനെ എൻ്റെ വല്യപ്പനുണ്ടല്ലോ കൊല്ലും കൊലയും അടക്കിവാണ് ആളാണെന്നൊക്കെ പറയും. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും എൻ്റെ അപ്പൻ്റെ കുടുംബവും ആ വല്യമ്മയുടെ കുടുംബവും വലിയ കുടുംബങ്ങളാണ്. വല്യമ്മയ്ക്ക് ഇച്ചിരി പൊട്ടത്തരമൊക്കെ ഉണ്ട്, പോട്ടെ, എങ്കിലും വല്യമ്മയുടെ അപ്പനും അപ്പൊക്കെ വലിയ ആളുകളാണെന്നൊരു തോന്നൽ വരും. അത് കുട്ടിയിലുണ്ടാക്കുന്ന സെൽഫ് എസ്റ്റീം കുട്ടിയെ വലിയൊരാളായിത്തീരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഏഴാമതായി കുട്ടി മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ വരും. മുത്തശ്ശി സാരോപദേശ കഥകൾ പറയും. തള്ളയാട് കുഞ്ഞാടിനോട് പറഞ്ഞു ഇറങ്ങിപ്പോരുതെന്ന്. കുഞ്ഞാട് കേട്ടില്ല മോനെ, ഇറങ്ങിപ്പോയി. ഒരു ചെന്നാ വന്നങ്ങ് പിടിച്ച് തിന്നും മോനെ എന്ന് പറയും. ചിലപ്പോൾ വല്യമ്മച്ചി ഒരു കരച്ചിലോടങ്ങ് പാസ്സാക്കും. അതോടെ കുഞ്ഞിന് മനസ്സിലാവും, അപ്പനും അമ്മയും പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ചെന്നാ പിടിക്കുന്ന പോലെ വലിയ അപകടത്തിൽ ചെന്ന് പിടിക്കും. അങ്ങനെ അപ്പനെ അമ്മയെ അനുസരിച്ച് സാരോപദേശങ്ങളെ കേട്ട് കുട്ടി വളരും. ഏഴാമതായി വല്യമ്മ കഥ പറയും. പഞ്ചതന്ത്ര കഥകൾ. കാട് ഭരിക്കുന്ന ഒരു സിംഹം, കാടിനെ സൈസ് കൊണ്ട് വിരട്ടുന്ന ഒരു ആന, കൊച്ചുകുട്ടികളെ വിരട്ടുന്ന ഒരു പുലി, അതിനിടയ്ക്കൊരു കുറുക്കൻ. കുട്ടി ഈ കഥ വീട്ടിലേക്ക് മാറ്റും. കാട് ഭരിക്കുന്ന സിംഹം വീട് ഭരിക്കുന്ന അച്ഛനാണ്. കാടിനെ സൈസ് കൊണ്ട് വിരട്ടുന്ന ആന, അടുക്കളയിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിൻ്റെ അഞ്ചിലും തിന്ന് വട്ടക്കുറ്റിയൊലിക്കുന്ന അമ്മയാണ് ഈ ആനയെന്ന് പറയുന്നത്. ഇളയ മക്കളുടെയൊക്കെ തലയ്ക്ക് ഞോടുന്നൊരു ചേട്ടനുണ്ട്, ചേട്ടനാണ് ഈ പുലി. കുട്ടി പറയും, ഞാനാണ് കുറുക്കൻ, എനിക്കാണ് ഇവിടെ സൈസ് കുറവ്. പക്ഷെ പഞ്ചതന്ത്ര കഥ കേൾക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും, ശക്തിമാനായിട്ട് കാര്യമല്ല, ബുദ്ധിമാനാവണം. ഈ കുറുക്കനാണ് ഈ സിംഹത്തെ കൊണ്ടുവന്ന് കെണ്ടിച്ചാടിച്ച, ഈ സിംഹമാണ് ഈ കുറുക്കനാണ് ആനയെ കൊണ്ടുവന്ന് കുളത്തിൽ ചാടിച്ച, ഈ കുറുക്കനാണ് പുലിയുടെ വാല് മുറിച്ച് വിട്ടത്. കുട്ടിക്ക് മനസ്സിലാവും, പഠിച്ച് മിടുക്കനായാലേ ഈ ഭൂമി വലുതാവാൻ പറ്റുള്ളൂ, അല്ലാതെ ഗുസ്തി പഠിച്ചാലൊന്നും രക്ഷയില്ല എന്ന് മനസ്സിലാവും. കുട്ടി പഠിത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ നേടിയൊരു കുട്ടിയായി തീരുകയും ചെയ്യും. എട്ടാമതായി 60 വയസ്സ് കഴിയുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ബ്ലഡ് പ്രഷർ വരും. ബ്ലഡ് പ്രഷർ വന്നാൽ പിന്നെ ഉറക്കം വരികയില്ല. അവരിങ്ങനെ ഉണ്ടെന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടി പകൽ മുഴുവൻ ഓടി ഒരു 5:30, 6 ആകുമ്പോൾ കുട്ടിക്ക് ഉറക്കം വരും. കുട്ടി അങ്ങ് ഉറങ്ങിപ്പോകും. അമ്മ ഒരു 8:30 വരെ വെയിറ്റ് ചെയ്യും.
അത് കഴിഞ്ഞ് വന്ന് മുത്തശ്ശിയോട് പറയും, അമ്മ ഉറക്കം വരുന്ന അമ്മ, നാളെ രാവിലെ എനിക്ക് 9 മണിക്ക് ഓഫീസിൽ പോകണം. കുഞ്ഞു കൊണ്ടുവരുമ്പോൾ ഒന്ന് ആഹാരം കൊടുക്കാം അമ്മ. വല്യമ്മച്ചി പറയും, അയ്യോ വല്യമ്മച്ചിക്ക് ഇത്രയും സന്തോഷമുള്ള കാര്യമുണ്ടോ? കുഞ്ഞിന് ചോറ് വാരി കൊടുക്കുന്നതിനേക്കാൾ സന്തോഷം ഒരു വല്യമ്മച്ചി കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ കൊടുത്തോളാം മോൾ ഉറങ്ങിക്കൊള്ളാം മോളെ. വല്യപ്പനും വല്യമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യും കുഞ്ഞുണരാൻ വേണ്ടി. അപ്പോൾ ഈ വല്യപ്പൻ കഥ പറഞ്ഞോടെ, നമ്മുടെ ആ മൂത്ത മോൻ പയ്യ കല്ലുപ്പാറ ജംഗ്ഷനിൽ ഒരു വസ്തു വാങ്ങിച്ച് ഇപ്പം 5 കൊല്ലം കഴിഞ്ഞ് വിറ്റ അത്രയും വില കിട്ടുമോ? മണ്ട ശിരോമണി, വസ്തു വാങ്ങിച്ചാൽ വില കൂടുന്ന വസ്തുവല്ലേ വാങ്ങിക്കാവോ? വല്യം പറയും, നമ്മുടെ 2ാമത്തെ മോള് കോളേജ് പഠിക്കാൻ പോയി, ഒരലവലാതിയെ പ്രേമിച്ച് എന്തോ ഒരു കഷ്ടമായിപ്പോയി, പ്രേമിച്ചാലും നല്ലൊരുത്തനെ പ്രേമിക്കണ്ടായിരുന്നു അവളെന്നൊക്കെ പറയും. കുഞ്ഞിതൊക്കെ കണ്ണ് തുറന്ന് പകുതി കേൾക്കും. എന്നിട്ട് 9 മണിയാകുമ്പോഴത്തേനും എഴുന്നേറ്റ് ആഹാരമൊക്കെ കഴിക്കും. ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഓർമ്മയുണ്ട് ഈ വല്യപ്പനും വല്യമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവന് 40 വയസ്സാകുമ്പോൾ വസ്തു വാങ്ങാൻ പോകും. ആദ്യം അവൻ നോക്കും വസ്തുവിന് വില ഇരട്ടിക്കുന്ന വസ്തുവാണോ, എങ്കിലേ അവൻ വാങ്ങിക്കുള്ളൂ. അവൻ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ആ കഥ കേട്ട മോള് കോളേജ് പഠിക്കാൻ പോകും. ഒരുത്തൻ പ്രേമലേഖനം കൊണ്ടുവരും. അപ്പോൾ അവൾക്ക് ഓർമ്മയുണ്ട്, അലവലാതെ പ്രേമിക്കാൻ പാടില്ല. പ്രേമലേഖനം തരുന്നതിൻ്റെ എല്ലാം അഡ്രസ്സ് എടുക്കും. അവൻ്റെ അപ്പനാര്, അമ്മയാര്, എത്ര വസ്തു ഉണ്ട് അവർക്ക്, അപ്പൻ്റെ ജോലി എന്താണ്, ഇവന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടി, ഇവരുടെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ എന്താണ് എന്ന് പ്രേമലേഖനം തരുന്നതിന് എല്ലാത്തിനും ബയോഡേറ്റ എടുക്കും. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് പുളിങ്കൊമ്പിനെ അവൾ പ്രേമിക്കുള്ളൂ. ഒരലവലാതി അവൾ പ്രേമിക്കുകയില്ല. കാര്യം അമ്മായിക്ക് പറ്റി അമ്മളി പറ്റരുതല്ലോ എന്ന് അവൾ ഓർക്കും. അതാണ് ഈ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ വളർന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ പക്വതയുണ്ടാകുന്നത്. അവരാണ് മഹാന്മാരാകുന്നത്. ഇവിടെ ഇരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞവരെല്ലാം ജീവിതത്തിലെ മെയിൻ ജോലിയെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അല്ല എന്ന് ശാസ്ത്രം. ഇതുവരെ നിങ്ങൾ ഈ ഭൂമിയിൽ നേടിയതിനേക്കാളും വലിയൊരു നേട്ടമാണ് നിങ്ങൾക്ക് നേടാനായി ഈശ്വരൻ ബാക്കി വച്ചിരിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ കുട്ടികളെ വളർത്തി അവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടെ ജീവിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്ന് വളരെ പ്രശസ്തരായിത്തീരും. ഒരുപക്ഷെ അവരെ ജീവനോട് ആ സമയത്ത് കാണാൻ നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങളപ്പോഴത്തേക്ക് മരിച്ചു പോകും. പക്ഷെ നമ്മളൊക്കെ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, സ്വർഗത്തിലിരുന്നുകൊണ്ട് ഇതൊക്കെ ഭൂമിയിലെ കാര്യമൊക്കെ കാണാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വർഗത്തിലിരുന്ന് കൊച്ചുമക്കൾ വളരെ പ്രശസ്തരായിത്തീരുന്നത് കാണാൻ ഭാഗ്യമുണ്ടാവും. കൊച്ചുമക്കളെ മുത്തശ്ശനും മുത്തശ്ശിയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയാൽ വീടിൻ്റെ മെഡിക്കൽ ബില്ല് കുറയുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. കുട്ടികളുടെ ശരീരത്തിൽ പ്രോട്ടോപ്ലാസം കൂടുതലാണ്. അതുകൊണ്ട് ആ എക്സസ് പ്രോട്ടോപ്ലാസം ഹോർമോൺസ് എൻസൈംസിനെ എക്സസ് ആക്കി സൃഷ്ടിക്കും. അത് പുറത്ത് കളയാൻ വേണ്ടി കുട്ടികൾക്ക് പനി വരും, ജലദോഷം വരും. അങ്ങനെ മൂക്കളയായും കഫമായും വേർപ്പായിട്ടും വേണം അത് പുറത്ത് കളയാൻ. കുട്ടിയുടെ ശരീരം പ്രോട്ടോപ്ലാസം ചൂടാക്കും. ചൂട് പോകാൻ വേണ്ടി കുട്ടി വേർക്കും. അപ്പോൾ ഓരോ തവണയും കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകണം, ഡോക്ടർക്ക് ചിലവ്, മരുന്നിന് ചിലവ്, ഇങ്ങനെ ചിലവുകളാണ്. മുത്തശ്ശൻ്റെയും ശരീരത്തിൽ പ്രോട്ടോപ്ലാസം കുറവാണ്. അതുകൊണ്ട് ശരീരം തണുക്കും. ഹോർമോൺ എൻസൈമും കുറവാണ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വരും. ഓരോ തവണ ആശുപത്രി കൊണ്ടുപോകണം, മരുന്ന് വാങ്ങിക്കണം, ഡോക്ടർക്ക് ചിലവ്, എല്ലാം ചിലവ്. എന്നാൽ കൊച്ചുമക്കൾ മുത്തശ്ശിയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയാൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നുള്ള എക്സസ് ഹോർമോൺ എൻസൈമും ചൂടും ഒക്കെ മുത്തശ്ശിയുടെ ശരീരത്തിലോട്ട് സംക്രമിക്കും. അപ്പോൾ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കൊണ്ടുപോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. മുത്തശ്ശിക്ക് കുറവുള്ള ഹോർമോൺ എൻസൈമും തണുപ്പും ഒക്കെ മാറ്റാൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് സംക്രമിക്കും. അപ്പോൾ ഓരോ തവണ മുത്തശ്ശി ആശുപത്രി കൊണ്ടുപോയി വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്ക് ചികിത്സിക്കേണ്ട ബാധ്യത ഉണ്ടാവില്ല. കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണ്. അതുകൊണ്ട് കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും. മുത്തശ്ശിക്കും പലതവണ ഇൻഫെക്ഷൻ വന്ന് പലതവണ പനി വന്ന് രോഗപ്രതിരോധ ശേഷിയാണ്. കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ച് മുത്തശ്ശിയും കിടന്ന് ഉറങ്ങിയാൽ മുത്തശ്ശിയുടെയും രോഗപ്രതിരോധ ശക്തി കുഞ്ഞിലേക്ക് സംക്രമിക്കും. അങ്ങനെ കുഞ്ഞിന് രോഗപ്രതിരോധ ശക്തിയുള്ളൊരു കുട്ടിയായിത്തീരും. അതുകൊണ്ട് കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ച് കിടന്ന് മുത്തശ്ശിയും ഉറങ്ങിയാൽ കുട്ടികളെ ചികിത്സിക്കുന്ന ചിലവും കുറവാണ്, മുത്തശ്ശിയും ചികിത്സിക്കുന്ന ചിലവും കുറവാണ്. 65 വയസ്സിൽ മരിക്കേണ്ട മുത്തശ്ശി ചിലപ്പോൾ 75 വയസ്സിൽ ജീവിച്ചിരുന്നേക്കാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആയുസ് കൂടും. നാളെ അവനൊരു സ്കൂളിൽ പോയി അബദ്ധത്തിന് ഒന്ന് പറഞ്ഞുപോയി. ഒരാഴ്ച കഴിഞ്ഞ് തൊട്ടടുത്ത പള്ളിയിൽ ഞാൻ ചെന്നു. അപ്പോൾ ഒരു വല്യമ്മ ഓടി വന്നു. എൻ്റെ സാറാ സ്കൂളിൽ പോയി പ്രസംഗിച്ച് കൊച്ചുമക്കളെ കെട്ടിക്കടിച്ച് കിടന്നിറങ്ങിയാൽ 10 കൊല്ലം കൂടെ ജീവിക്കുമെന്ന്. മരുമോള് വീട്ടിൽ വന്നു. എടുക്കടാ എൻ്റെ കുഞ്ഞിനെ, അങ്ങനെ അമ്മായിമ്മ സൂഹിക്കേണ്ട 10 കൊല്ലം കൂടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി സാറേ ഒന്ന് തിരിച്ചു തരാൻ മരുമോളോട് പറയണമെന്ന് പറഞ്ഞൊരു വല്യമ്മ വന്ന് കരയുന്നു.
ഇത്രയും വിവരം കെട്ട മരുമക്കൾ ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ ഊഹിക്കാൻ പറ്റുമോ? ഇവിടെ അങ്ങനെ വിവരം കെട്ട മരുമക്കളില്ലെന്ന് വിചാരിച്ചനങ്ങ് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ കൊച്ചുമക്കളെ കെട്ടിപ്പിടിച്ചേർന്ന് 3 വയസ്സ് വരെ 8 വയസ്സ് വരെ ഉറങ്ങി കഥ പറഞ്ഞ് കളിച്ച് പോയി കഴിഞ്ഞാൽ ഓടുന്ന കുഞ്ഞിൻ്റെ കൂടെ ഓടുമ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ഫിസിയോതെറാപ്പി നടക്കുന്നത്. കാലിനും കൈക്ക് കുട്ടി വീഴാതിരിക്കാൻ ഓടി പുറകെ ചെന്ന് പിടിക്കുമ്പം കൈയുടെയും കാലിനും മസിലുകൾക്കൊരു ഫിസിയോതെറാപ്പി കിട്ടുകയും മസിലുകൾക്ക് ശക്തി റീറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞന്മാർ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയതിനേക്കാളും ഭൂമിയിൽ വലിയൊരു കാര്യമാണ് 8 വയസ്സ് വരെ കൊച്ചു കുട്ടികളുടെ കൂടെ, കൊച്ചുമക്കളുടെ കൂടെ അവരെ വളർത്തി കഥ പറഞ്ഞ് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. വലിയ മഹാന്മാരായ കൊച്ചുമക്കൾ നിങ്ങൾക്കുണ്ടാവുമെന്ന് ശാസ്ത്രം. എന്നാൽ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായം 4 വയസ്സാണ്. 4 വയസ്സിന് മുമ്പ് ദൈവമെന്നോ പ്രാർത്ഥനയെന്നോ വിശ്വാസമെന്നോ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. ഈ ദൈവം, പ്രാർത്ഥന, വിശ്വാസമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് തലച്ചോറിൻ്റെ സെർബല്ലം എന്ന ഭാഗത്തിൻ്റെ വലതുവശം പാരട്ടോ സെർബല്ലം എന്ന ഭാഗം ഉപയോഗിച്ചിട്ടാണ്. ഈ പാരട്ടോ സെർബല്ലം 4 വയസ്സ് വരെ വളരത്തില്ല. 4 വയസ്സ് കഴിഞ്ഞ് പാരട്ടോ സെർബല്ലം വളർന്ന് തുടങ്ങുള്ളൂ. അപ്പം 4 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയാണ് പാരട്ടോ സെർബല്ലം ഏറ്റവും കൂടുതൽ വളരുന്നത്. ആ 3 വർഷം കുട്ടിക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും കുട്ടിക്ക് ഈശ്വരവിശ്വാസം പറഞ്ഞു കൊടുക്കുകയും വേദപുസ്തകത്തിലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ കുട്ടികൾ ഈശ്വരവിശ്വാസത്തിലും വളരെ സ്പിരിച്വലായിട്ട് വളരും എന്നുള്ളതാണ്. ഞാൻ 4 വയസ്സായപ്പോൾ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ കൂടെയാണ് ആ സമയത്തുണ്ടായിരുന്നത്. എൻ്റെ അമ്മയുടെ അപ്പനൊരു 6 അടി പൊക്കമുള്ള ഒരാളായിരുന്നു. 71 വർഷം കലയവര ഓർത്തഡോക്സ് വല്യപള്ളിയുടെ വികാരിയായിരുന്നു. കണ്ടിന്യൂസ്ലി 71 ഇയേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെ വികാരിയായിരുന്നു. ആ വല്യപ്പച്ചൻ്റെ മകനായിരുന്നു എൻ്റെ വല്യപ്പൻ. കുർബാനയുടെ അവസാന ഭാഗം ഈ കാസായും പേലസായും ഇങ്ങനെ ജനത്തിന് നേരെ പിടിച്ചുകൊണ്ട് അച്ഛനിങ്ങനെ വരുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ എന്നെ എടുത്തങ്ങ് പൊക്കും. 6 അടി പൊക്കമുള്ള വല്യപ്പച്ചൻ എന്നെ എടുത്ത് പൊക്കുമ്പോൾ ഞാനൊരു 7 അടി പൊക്കത്തിലാണ്. അപ്പോൾ ആ സമയത്ത് മണിയടിയും ഭയങ്കര ബഹളമാണ്. ആ ചെറുപ്രായത്തിൽ ഈ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇതായി ഇറങ്ങി യേശുക്രിസ്തു ഇറങ്ങി വരുന്നതാണ് നമ്മുടെ മനസ്സിൽ കിട്ടിയ ഒരു ധാരണ. ആ വിശ്വാസം ഉറച്ച വിശ്വാസമാണ്. 60 വയസ്സിൽ കേരളത്തിലെ DGP ആയിരിക്കുന്ന സമയത്തും അച്ഛൻ കുർബാനയുടെ അവസാനം കാസായം പിലസായം കണ്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൈ അറിയാതെ പറിച്ചു പോകും. കാരണം ദൈവം ഇങ്ങനെ വരുന്ന ഒരു ഇമ്പ്രഷൻ 4 വയസ്സിൽ ഹൃദയത്തിൽ തട്ടിയതാണ്. അപ്പോൾ ഈ 4 വയസ്സ് തൊട്ട് 7 വയസ്സുള്ളൊരു കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ കുട്ടികളെ വളർത്താൻ, വേദപുസ്തകത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ, പ്രാർത്ഥിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ മാതാപിതാക്കളും മുത്തച്ഛനും മുത്തശ്ശിയും തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ വിശ്വാസത്തിൽ ഉറച്ച കുട്ടികളായിരിക്കും. മരണം വരെ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോവില്ല എന്ന് സാരം. 12 വയസ്സ് വരെ പോസിറ്റീവായ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്ന കാലമാണ്. 12 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ 6 വർഷക്കാലം ഡേഞ്ചറസ് പീരീഡ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. ടീൻസ് എന്ന് പറയപ്പെടുന്ന 13, 14, 15, 16, 17, 18, 19 ഡേഞ്ചറസ് ടീൻസ് 6 വർഷം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ തകരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആ തകർച്ചയ്ക്ക് കാരണഭൂതമായ കാര്യങ്ങൾ ഒരു മനുഷ്യനിലേക്ക് കടന്നു കയറുന്നത് ഈ പ്രായത്തിലാണ്. ആ 6 വർഷം നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അതിലേറ്റവും ആദ്യം കുട്ടികൾ പഠിക്കുന്ന സ്വഭാവം പുകവലിയാണ്. സ്കൂളിൽ ചെല്ലും, ആരെങ്കിലും ഒരുത്തം പുകവലിക്കും. നീ വലിച്ചിട്ടുണ്ടോടാ? ഇല്ല. ഒന്ന് പിടിച്ചു നോക്കടാന്ന് പറയാം. അപ്പോൾ സിനിമയിൽ ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പിടിക്കുന്നതാണ് ഇവൻ്റെ വിചാരം ഇതെന്താ വലിയ കാര്യമാണ്. ഒരു പുക അകത്തോട്ടെടുക്കും, ഒരു ചുമ ചുമയ്ക്കും. രണ്ടാമതൊരു പുക അകത്തോട്ടെടുക്കും, 2 ചുമ ചുമയ്ക്കും. മൂന്നാമത്തെ പുകയ്ക്ക് 3 ചുമ ചുമയ്ക്കും. പിന്നെ ചുമയ്ക്കാതെ ഈ പുക അകത്ത് കേട്ട് അവൻ പഠിക്കും. പിന്നെ അവൻ ആ പുകവലിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വലിയ പ്രയാസമാണ്. അവന് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്ന, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന, സെർബൽ ഹെമറേജ് ഉണ്ടാക്കുന്ന, മനുഷ്യൻ്റെ നാശത്തിന് കാരണങ്ങളായ ഒരുപാട് രോഗങ്ങളുടെ ഉത്ഭവം പുകവലിയിൽ നിന്നാണ്. പണ്ട് ഈ കുഞ്ഞ് പുകവലിച്ച് തുടങ്ങിയാൽ അമ്മയോ മുത്തശ്ശിയോ ഉമ്മ കൊടുക്കുമ്പോൾ കുട്ടിയുടെ വായിൽ നിന്ന് മണം കിട്ടും. അപ്പോഴാണ് ആദ്യം മനസ്സിലാക്കുന്നത് കുട്ടി പുകച്ചു എന്ന്. ഇപ്പോഴത്തെ പല കുട്ടികളെ ഉമ്മ വെക്കാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഇന്നാളെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ ചെന്നപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ ഇരുന്ന് കരയുന്നു. ഞാൻ ചെന്ത് പറ്റി മാഡം? അല്ല, ഞാൻ എൻ്റെ കുഞ്ഞിന് ഉമ്മ കൊടുക്കാൻ നോക്കിയപ്പോൾ ഡർട്ടി ഹാബിറ്റ്, ഡോണ്ട് പുട്ട് സലൈവ ഓൺ മൈ ചീക്സ് എന്ന് കുട്ടി ഒരു കമൻറ്റ്. ഈ സ്ത്രീക്ക് സഹിക്കാൻ പറ്റില്ല. കാര്യം ആണും പെണ്ണോട്ടൊരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടിക്കൊരു ഉമ്മ കൊടുക്കാൻ പോയതാണ്.
ഡേർട്ടി ഹാബിറ്റ്, അമ്മയുടെ തുപ്പലൊന്നും എൻ്റെ മോതക്കെട്ട് പെരട്ടെന്ന് പറഞ്ഞാൽ ഏതമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? ഞാൻ പിന്നെ അരമണിക്കൂർ മെനക്കെട്ട ആ സ്ത്രീയെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷേ കുട്ടിക്ക് തെറ്റായ ഹാബിറ്റ് വരുന്നത് അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം. അത് ഉണ്ടാവാതെ നോക്കണം. കുട്ടിയുടെ ഭാവിയിലേക്ക് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത് കുട്ടികളിലേക്ക് വരുന്നൊരു സ്വഭാവമാണ് മദ്യപാനം. പണ്ട് ഷാപ്പിൽ പോയി കുടിക്കണം, അല്ലാതെ മദ്യം കിട്ടുകയില്ല. അന്ന് ബാറില്ല, അന്ന് റീറ്റെയിലായിട്ട് നമുക്ക് കിട്ടുകയില്ല. ഷാപ്പിൽ കുടിക്കാൻ പോയാൽ അപ്പനോ ഉപ്പാപ്പനോടെ കാണും മിക്കവാറും കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പിടി വീഴും. അതുകൊണ്ട് ഈ ഷാപ്പിൽ പോയി കുടിക്കാൻ പിള്ളേർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്താണ്, സ്കൂളിലും കോളേജിലും മില്ലി എന്നൊരു സാധനമുണ്ട്. ഈ 100 ml സാധനം ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരും. കുട്ടികൾ ഒരുത്തൻ കുടിക്കും, പിടിയിടാന്ന് പറഞ്ഞ് പിടിക്കും. ചിലപ്പോൾ ആദ്യം ഒരു രസമൊക്കെ തോന്നും, അങ്ങനെ അതിലേക്ക് അങ്ങ് വീഴും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന, കരളിനെ ദ്രവിപ്പിച്ച്, ലിവറിനെ ദ്രവിപ്പിച്ച് കളയുന്നൊരു സാധനമാണ് ഈ മദ്യം. പക്ഷെ മദ്യം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന തലച്ചോറിനാണ്. 35 വയസ്സ് കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ 2000 ന്യൂറോൺ പെർ ഡേ ചത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മദ്യപിക്കുന്ന മനുഷ്യൻ്റെ തലച്ചോറിൽ 5000 മുതൽ 6000 വരെ ന്യൂറോണാണ് ചാവുന്നത്. 60,000 ലക്ഷമുള്ളതുകൊണ്ട് ആദ്യമൊന്നും അറിയത്തില്ല. കുടിക്കുന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ ഒരു വർഷം 15 ലക്ഷം ന്യൂറോണാണ് പോകുന്നത്. 15 ലക്ഷം. 60,000 ലക്ഷം ഉള്ളതുകൊണ്ട് ഒരു 10-30 കൊല്ലത്തേക്ക് അറിയത്തില്ല. പക്ഷേ തലച്ചോറ് ദ്രവിച്ച് ഓർമ്മക്കുറവിൻ്റെ രോഗങ്ങൾ, അൽസീമേഴ്സ് പിടിച്ച്, ഡിമെൻഷ്യ പിടിച്ച് പരിതാപകരമായ മരണമാണ് ഈ കള്ളുകുടിയന്മാരുടെ അന്ത്യം എന്ന് പറയുന്നു. അതിലേക്ക് കുട്ടികൾ കയറാതെ മാതാപിതാക്കൾ സംരക്ഷിച്ചിരിക്കണം. മൂന്നാമത്തെ മയക്കുമരുന്നാണ്. മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ താർക്കുന്നൊരു സാധനമാണ് ഈ മയക്കുമരുന്ന്. തലച്ചോറിനെ നശിപ്പിച്ച് ജീവിതത്തിൽ ഒന്നും അല്ലാതാക്കുന്നൊരു സാധനം. പക്ഷേ അറിയാതെ ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് പെട്ടു. തൃശ്ശൂരുള്ള ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ഐസ്ക്രീം കടയുണ്ടായിരുന്നു. 11 മണിക്ക് ഇൻ്റർവെൽ അടിച്ചാൽ കുട്ടികൾ ഓടിപ്പോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കാം. 3:30 മണിക്ക് സ്കൂൾ വിട്ടാൽ ഐസ്ക്രീം കഴിക്കാതെ കുട്ടി വീട്ടിൽ പോയില്ല. അവിടുത്തെ ഒരു സാറിനെ വിളിച്ച്, എന്താ ഐസ്ക്രീം സാറേ, ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ സാറേ എന്നോ. പോലീസ് ഉദ്യോഗസ്ഥനായി എൻ്റെ ക്യൂരിയോസിറ്റി അപ്പോഴേ വലുതായി. ഞാൻ SIയെ കൊണ്ട് 4 ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഫോറൻസിക് ലബോറട്ടറി ചെക്ക് ചെയ്യിച്ചു. അതിനകത്ത് ചെറിയ തോതിൽ മയക്കുമരുന്ന് കയറ്റി വിട്ടിരിക്കുകയാണ്. ഞാനവനെ അറസ്റ്റ് ചെയ്ത് ആ കട പൂട്ടിച്ച്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെയും കോളേജിൻ്റെയും മുമ്പിൽ ഇങ്ങനെ കുട്ടി അറിയാതെ കുട്ടിയെ മയക്കുമരുന്നിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിച്ച് അവരെ പിടിപ്പിക്കണം. ഒറ്റയ്ക്ക് കുസ്തി പിടിക്കാൻ പൊക്കളയരുത്. ഇവന്മാർ ഭയങ്കര ആയുധധാരികളാണ്. ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ നമ്മളെ തകർത്തളയണം. നാലാമത്തത്, കുട്ടികൾക്ക് ലൈംഗികപരമായ കഴിവുകൾ ഉണ്ടാവുന്ന കാലമാണ് 13 തൊട്ട് 19 വരെ. ഒരു പെൺകുട്ടിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരമ്മയാവാനുള്ള ഭാഗ്യം. അതിനാ കുട്ടിയുടെ ഗർഭപാത്രം വളരണം, ആ കുട്ടിക്ക് മച്യൂരിറ്റി ഉണ്ടാവണം, പീരീഡ്സ് ഉണ്ടാവണം. പക്ഷെ ഇതുണ്ടാവുമ്പോൾ ഇതെന്താണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ അമ്മയോ എൽഡറായ ഏതെങ്കിലും പെൺകുട്ടിയോ സ്ത്രീയോ അവിടെ ഇല്ലെങ്കിൽ കുട്ടി അപകടകരമായ പരീക്ഷണങ്ങൾക്ക് പോവുകയും വല്ലാത്ത അപകടങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ആൺകുട്ടിയുടെ ലിംഗം വളർന്നു, രോമം വളർന്ന് കുട്ടി അച്ഛനാവാൻ തയ്യാറെടുക്കുകയാണ്. ആ കുട്ടിക്ക് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലെങ്കിൽ കുട്ടി അപകടകരമായ സംഗതിയിലേക്ക് ചെന്ന് പെടും. അതുണ്ടാവാതിരിക്കാൻ ഇടവകയിലെ കമ്മിറ്റിയും സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ കൂടി ഒത്തുനിന്ന് അത് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണം. ഒരു ദിവസം തൃശ്ശൂർ ഓഫീസിലേക്ക് ഒരു DYSP വന്നു. എൻ്റെ ഓഫീസിൽ വന്ന് പൊട്ടിയും കരഞ്ഞു. എൻ്റെ സാറേ, എൻ്റെ മോൻ പോയി സാറേ. ഞാൻ ചിന്ത പറ്റിയിടും. സാറേ, എൻ്റെ മോൻ 9ാം ക്ലാസ് വരെ സ്കൂൾ ഫസ്റ്റായിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് അവൻ പഠിക്കത്തില്ല, ടീച്ചേഴ്സിനെ കണ്ണിൽ നോക്കുന്നില്ല. എന്തോ പറ്റി സാറേ എന്ന്. ഞാൻ വണ്ടിയെടുത്ത സ്കൂളിൽ പോയി ക്ലാസ് ടീച്ചറോട് ചോദിച്ചു, ഈ കുട്ടിയിൽ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ക്ലാസ് ടീച്ചർ പറഞ്ഞു, സാറേ, കഴിഞ്ഞ കൊല്ലം വരെ ഈ സ്കൂളിൽ ഏറ്റവും മിടുക്കനായ കുട്ടിയാണ്, പക്ഷേ 2-3 മാസമായിട്ട് അവൻ പഠിക്കത്തില്ല, പരീക്ഷ എഴുതത്തില്ല. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ക്ലാസ് ടീച്ചർ എൻ്റെ കൂടെ ആ വീട്ടിലോട്ടൊന്ന് വിടുമെന്ന് ചോദിച്ചു. അങ്ങനെ ക്ലാസ് ടീച്ചറും കുട്ടി ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, കുട്ടിയുടെ സ്റ്റഡി റൂം തുറക്കാൻ പറഞ്ഞു. അയ്യോ അതിനകത്തൊന്നും കയറാൻ നോക്കിയല്ല. ഞാൻ പറഞ്ഞു, ഇതെന്താണ്, അപ്പനും അമ്മയ്ക്കും പ്രവേശനമില്ലാത്ത ആലിബാബയുടെ ഗുഹയോ നിങ്ങളുടെ വീട്ടിൽ? താക്കോലെടുക്കാൻ പറഞ്ഞു. താക്കോലെടുത്ത് ഞാൻ തുറന്ന് അകത്ത് കയറിയപ്പോൾ എന്താണ്, കർണാടകത്തിലെയും തെലുങ്കിലെയും തമിഴിലെയും സിനിമാ നടിമാരുടെ അർത്ഥനഗ്നകളായ ഒരു 10 ഫോട്ടോ ഭിത്തിയിലൊട്ടിച്ച് അതിൻ്റെ മുമ്പിലിരുന്ന് പഠിക്കുകയാണ്. അപ്പോഴേ രോഗം എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഫോട്ടോ എല്ലാം വലിച്ച് കീറി.
ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവൻ വീട്ടിൽ വരും വലിയ ബഹളം ഉണ്ടാക്കാം, ഐജിയങ്ങൾ വന്ന് പറിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഫോട്ടോ ഒന്നും കാണുന്നില്ല, ഭയങ്കര ബഹളം. അമ്മ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടെ മോനെ, ഐജിയങ്ങളിലൂടെ വന്നു, ഐജിയങ്ങൾ പറിച്ചുകൊണ്ട് പോയാന്നോ. എന്നോട് കുട്ടിക്ക് വലിയ ബഹുമാനമായിരുന്നു. ഐജിയങ്ങൾ പറിച്ച് കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ കുട്ടി അങ്ങ് അടങ്ങി. പക്ഷെ കുട്ടി പഠിത്തത്തിലേക്ക് തിരിച്ചു വന്നു. അവന് 10ലും 12ലും നല്ല മാർക്ക് കിട്ടി. അവൻ MBBSന് അഡ്മിഷൻ കിട്ടി. അവൻ MD പാസ്സായി. കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഇപ്പോൾ ആ മനുഷ്യൻ. ഒരുപക്ഷെ അന്ന് ആ ഫോട്ടോ ഞാൻ വലിച്ചു കീറിയില്ലായിരുന്നെങ്കിൽ അവൻ ജീവിതത്തിൽ ഒന്നും അല്ലാതായി പോകുമായിരുന്നു. ലൈംഗികത ഉണരുമ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ തയ്യാറാക്കണം. ഇല്ലെങ്കിൽ അപകടം പതിയിരിക്കുകയാണ്. 5-മത്തത് മൊബൈൽ ഫോൺ എന്നൊരു കുന്ത്രാണ്ടമാണ്. ഇത്രയും അനുഗ്രഹമുള്ളൊരു സാധനമില്ല. എന്ത് വേണേലും പഠിക്കാം, ഏത് നെറ്റും കയറി ചർച്ച ചെയ്യാം, അറിവ് അപ് ടു ഡേറ്റ് ആയിട്ട് കൈ കിട്ടും. പക്ഷേ അതിലൂടെ വരുന്ന അപകടമോ, അതിലും ഭയങ്കര അപകടം. ഞാൻ DGP പ്രസന്നായിരുന്ന സമയത്ത് DIG പ്രസൻ അദ്ദേഹത്തിൻ്റെ മകള് ഒരു ദിവസം എൻ്റെ ഓഫീസിൽ വന്നു. അങ്കിളെ, എനിക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം. ഞാൻ ചിന്തനെ പറ്റിയാണ്, അമേരിക്കൻ പ്രസിഡന്റിനെ പറ്റി. ഞാൻ പറഞ്ഞ, മോളെ എഴുതിക്കോ, ഹെവർ 28 to 32, 32 to 40 റൂസ്വെൽറ്റ്, 45 to 52 ട്രൂമാൻ, 52 to 60 ഐസൻഹവർ, 60 to 64 കെന്നഡി, 64 to 68 ഈസ് ജോൺസൺ, 68 to 74 ഈസ് നിക്സൺ. അവൾ പറഞ്ഞു, അയ്യോ അങ്കിളെ, ഇതിങ്ങനെ സ്പീഡിൽ പോയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ശരി, എന്നാൽ ഡീറ്റെയിൽസ് അവനെ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ PC ഞാൻ വിളിച്ചു വരുത്തി. whitehouse.com എന്ന് അടിച്ചിട്ട് അതിന് അൺലോഡ് ചെയ്യാൻ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസിലായതുകൊണ്ട് whitehouse.com എന്ന് അടിച്ചു. അവൻ അടിക്കുകയും മുണ്ടില്ലാത്ത കുറേ പെണ്ണുങ്ങളുടെ പടം മുൻവശവും പുറകുവശവും ഇങ്ങനെ മാറി മാറി വീഴുകയാണ്. ഞാനങ്ങ് അന്താളിച്ച് പോയി. പെൺകുട്ടി അവിടെ നിൽക്കുന്നു, അവളുടെ അപ്പം നിൽക്കുന്നത്, ഞാനുണ്ട്, പോലീസുകാരനുണ്ട്. ഇവിടെ അടക്കടയെന്ന് പറഞ്ഞാൽ PC ഒരു വിധത്തിൽ അടച്ചപ്പോഴത്തേന് 16 പടങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. കാര്യം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വിവരം കിട്ടണമെങ്കിൽ americanpresidents.whitehouse.com എന്ന് അടിച്ചാലേ കിട്ടുള്ളൂ. വെറും whitehouse.com അടിച്ചാൽ അത് പോർണോഗ്രാഫിക് സൈറ്റാണ്. ഞാൻ അപ്പോൾ തന്നെ DGP വിവരം അറിയിച്ച് ആ സൈറ്റ് ക്ലോസ് ചെയ്തു. ഇന്ന് രാത്രി പോയി തുറന്നു നോക്കിയാൽ കാണാൻ പറ്റിയല്ല. അന്ന് തന്നെ ഞാനത് ക്ലോസ് ചെയ്യിച്ചു, ഇനി ആരും നോക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മക്കള് നല്ല മൊബൈലാണ്. കുട്ടി ഇങ്ങനെ അഴിച്ച് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുണ്ടില്ലാത്ത ഫോട്ടോ എല്ലാം കണ്ട് വന്ന് ചാടുന്നത്. പിള്ളേർ വഷളാവാൻ വേറെ വല്ലതും വേണോ? ഒന്നും വേണ്ട. മൊബൈലിൽ കൂടെ പ്രേമിക്കുക വേറൊരു വലിയ പ്രശ്നമാണ്. പണ്ട് നളൻ ദമയന്തിയെ പ്രേമിച്ചാൽ ഒരു പ്രേമലേഖനം എഴുതി ഒരു പട്ടാളക്കാരനെ കൊടുത്തയച്ച് അവൻ വേഷപ്രച്ഛന്നനായി ദമയന്തിയുടെ കൊട്ടാരത്തിൽ പോയി അവിടുത്തെ ഒരു പട്ടാളക്കാരനെ മണിയടിച്ച് എഴുത്ത് അകത്ത് കൊടുത്ത് വിട്ട് ദമയന്തിയുടെ തോഴിയുടെ കൊടുത്ത് തോഴി അകത്തുകൊണ്ട് കൊടുക്കണം ദമയന്തിക്ക് പ്രേമലേഖനം കിട്ടാൻ. നമ്മുടെ മക്കൾക്കോ മൊബൈൽ ഫോണിലോട്ട് പ്രേമലേഖനം അടിക്കുക, ഒരു ഞെക്കിയ അന്തപ്പെടുത്തിരിക്കുന്ന ദമയന്തിയുടെ കയ്യിൽ ഇതാ പ്രേമലേഖനം. ഇത്ര എളുപ്പത്തിൽ പ്രേമലേഖനം കിട്ടാൻ ആരുടെയും തല്ലി കിട്ടാതെ പ്രേമലേഖനം കൊടുക്കാൻ പറ്റുന്ന സാധനം ഇതുവരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. പണ്ട് പ്രേമലേഖനം കൊടുക്കാൻ പോകുന്ന വഴിക്കാണ് പല ആമ്പിളാർക്കും പെണ്ണിൻ്റെ അപ്പൻ്റെ അടി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരടിയും വേണ്ട, ആരും അറിയത്തില്ല, കുന്തം അങ്ങ് പോവാണ്. അപകടകരമായ മൊബൈൽ ഫോൺ. ഒരു മാസം നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. 18 വയസ്സുള്ളൊരു പെൺകുട്ടി മൊബൈലിൽ കൂടെ ഒരുത്തനെ പ്രേമിച്ച് വീട്ടിൽ നിന്ന് പെട്ടും പെട്ടി സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് അവൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ചെന്ന് കാമുകനെ കാണാൻ ചെന്നപ്പോൾ എന്താണ് 64 വയസ്സുള്ളൊരു കിളവൻ ചിരിച്ചോണ്ട് നിൽക്കുന്ന പ്രേമിക്കുകയാണ്. 18 വയസ്സുള്ള പെങ്കച്ചനെ 64 വയസ്സുള്ള ഒരുത്തൻ. ഞാനെൻ്റെ പോലീസ് സർവീസ് എൻ്റെ കൈ കൊണ്ട് ആരെയും അടിച്ചിട്ടില്ല, പക്ഷേ ഇവനെ എൻ്റെ കൈ കിട്ടിയാൻ അടി അപ്പോൾ തീർത്തിരിക്കുക. 64 വയസ്സുള്ള കിളവൻ 18 വയസ്സുള്ളൊരു പെണ്ണിനെ വഴിയാധാരമാക്കാൻ ശ്രമിച്ച അവനെ വെറുതെ വിടാൻ പറ്റുമോ? പറ്റിയല്ല. ഇവിടെയാണ് നമ്മുടെ മക്കൾക്ക് അബദ്ധം പറ്റുന്നത്. ഈ മൊബൈൽ പ്രേമം ഉണ്ടല്ലോ, പരിതാപകരമായ അവസ്ഥയിൽ നമ്മളെ മക്കളെ എത്തിച്ചാൽ. 6-മത്തേത് 2 വീലർ എന്നൊരു സാധനമാണ്. 18-19 വയസ്സാകുമ്പോൾ പിള്ളേർക്കെല്ലാം 2 വീലർ വേണം. മാധവൻ നായർ DYSP ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് തോന്നുന്നു, സാറേ എൻ്റെ മോന് 2 വീലർ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കരുത്, അപകടമാണെന്ന് പറഞ്ഞു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തോന്നുന്നു, സാറേ രക്ഷയില്ല, എൻ്റെ ഭാര്യയെ അവൻ്റെ കൂടാണ്, ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്ത് അവന് 2 വീലർ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പറയാനുള്ള പറഞ്ഞു. 3-4 മാസം കഴിഞ്ഞ് ഞാൻ പട്ടം ജംഗ്ഷനോട് പോവാണ്. ഇച്ചിരി ആൾക്കൂട്ടം കണ്ട. ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ മാധവൻ നായരുടെ ഏക മകൻ KSRTC ബസ്സിനടിയിൽ ഇടിച്ച് കയറി തലയും കൈയും എല്ലാം കൂടെ 5 കഷ്ണമായിട്ട് കിടക്കും. ആണും പെണ്ണോട്ടൊരു മോനുണ്ടല്ലോ മാധവൻ നായർക്ക്. കുട്ടി അങ്ങ് പോയി. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, ആണും പെണ്ണോട്ട് ഒരു മോനേ ഉള്ളൂ. BTech സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മിടുക്കനായൊരു പയ്യൻ.
അവൻ ഭാവിയിൽ വൈസ് ചാൻസലറോ ISRO ഡയറക്ടറോ ഒക്കെ ആവുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ആ പയ്യൻ ഉള്ളൂർ ജംഗ്ഷനിൽ വെച്ചിട്ട് 2 വീലറെ പോയി ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി. വൈസ് ചാൻസലർക്ക് മക്കളില്ല. നമ്മുടെ മക്കളെ ഇങ്ങനെ വിടണമെന്ന് നിങ്ങൾ ആലോചിക്കണം. 21 വയസ്സിന് മുമ്പ് യാതൊരു കാരണവശാലും 2 വീലർ വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കരുത്. അപകടം പതിയിരിക്കുകയാണ്. നമ്മുടെ മക്കളെ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. കുറച്ച് മച്യൂരിറ്റിയൊക്കെ 21 വയസ്സ് കഴിഞ്ഞ് വാങ്ങിച്ചു കൊടുത്തോളൂ. ഡിഗ്രി ബിടെക് കഴിഞ്ഞ് വാങ്ങിച്ചു കൊടുത്തോളൂ. ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കും വാങ്ങിച്ചു കൊടുക്കരുത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ് 4 കൊല്ലത്തിനിടയ്ക്ക് 3 പിള്ളേർ മരിച്ച് 2 വീലർ ഓടിച്ചിട്ടാണ്. അതുകൊണ്ട് നാശത്തിലേക്ക് കുട്ടികൾ പോകുന്ന കാലഘട്ടമാണ് 6 വർഷം, 13 to 19. ആ വർഷം നമ്മുടെ മക്കൾ നശിക്കാതിരിക്കാൻ, ഈ 6 ദുർഗുണങ്ങളിലേക്ക് കുട്ടി പോകാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ നമ്മളെ മക്കളെ വളർത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് വലിയ രീതിയിൽ രക്ഷപ്പെടുത്താൻ പറ്റൂ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ സാറുമാർ പഠിപ്പിച്ച മാത്രമേ നമുക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ അറിവിൻ്റെ മഹാസാഗരം പിള്ളേരുടെ മുമ്പിൽ കിടക്കുകയാണ്. കുട്ടികൾക്ക് ഏത് വിഷയം പഠിക്കണമെങ്കിലും സ്റ്റാൻഡേർഡ് 5 തൊട്ട് MA MSc വരെ ഏതെങ്കിലും വിഷയം പ്രയാസമുള്ളതാണെങ്കിൽ നെറ്റിൽ കയറി സ്റ്റാൻഡേർഡ് 5 അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് 7 ഫിസിക്സ്, മെക്കാനിക്സ് അല്ലെങ്കിൽ ലൈറ്റ് എന്ന് അടിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ അത് ക്ലാസ് എടുക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കുട്ടിക്ക് ബെഡ്റൂമിലിരുന്ന് പഠിക്കാം, സ്റ്റഡി റൂമിലിരുന്ന് പഠിക്കാം. മദ്രാസിലെ സെട്രൺ ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ മാർഗദർശൻ കാസറ്റ്സിൻ്റെ എഴുതിയാൽ കുട്ടിയുടെ കംപ്ലീറ്റ് സിലബസ് 2 CD ആയിട്ട് കൈ കിട്ടും. 500 രൂപ ഒരു CD, 1000 രൂപ മുടക്കിയാൽ മതി. കംപ്ലീറ്റ് സിലബസ് കുട്ടിക്ക് വീട്ടിലിരുന്ന് സുഖമായിട്ട് കാണാം. UGCയുടെ കൺട്രി വൈഡ് ക്ലാസ് റൂമുണ്ട്, യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ. അല്ലെങ്കിൽ ഹൈദരാബാദിൽ EMRC ഹൈദരാബാദുണ്ട്, ഇലക്ട്രോണിക് മീഡിയ റിസർച്ച് സെൻറ്റർ. അവരുടെ കംപ്ലീറ്റ് CD ഇഞ്ഞ് വാങ്ങിച്ചാണ്ടല്ലോ കുട്ടിക്ക് നമ്മുടെ ബെഡ്റൂമിലിരുന്ന് കംപ്ലീറ്റ് കാണാം. അല്ലെങ്കിൽ വിക്ടർ ചാനലിനകത്തൊന്ന് കണക്ട് ചെയ്താൽ നമ്മുടെ കുട്ടിക്ക് പഠിക്കുന്ന സിലബസ് മുഴുവൻ സ്കൂളിലോ കോളേജിലോ സാറുമാർ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് വീട്ടിൽ നിന്ന് കാണാം. കുട്ടിക്ക് മത്സര പരീക്ഷ എഴുതണമോ? അശോകിൻ്റെ ഉണ്ട്, ബ്രില്യൻ ട്യൂട്ടോറിയൽസിനെ ഉണ്ട്, ALS ഡൽഹി ഉണ്ട്, ഓൾട്ടർനേറ്റ് ലേണിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ വളരെ രസകരമായി ടാറ്റ മഗ്രഹുൽ കമ്പനിയുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. TV-യിലിട്ട് കാണാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലിട്ട് കാണാം. വീട്ടിലിരുന്ന് കംപ്ലീറ്റ് സിലബസ് കണ്ട് പഠിക്കാൻ പറ്റും. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറും കാണണോ? നേരെ ഓർഡർ ചെയ്താൽ മതി, നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് വരും. സുഖമായിട്ട് അത് കാണാം. പണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറി ലൈബ്രറിയിൽ ചെന്ന് പുസ്തകം എടുത്തുകൊണ്ടുവന്ന് പുസ്തകം തപ്പിയെടുക്കാൻ കുറേ പാട്. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് അരമണിക്കൂർ ബസ് കാത്തു നിന്ന് അവിടെ നിന്ന് ബസ്സിൽ കയറി വീട്ടിലിറങ്ങി അല്ലെങ്കിൽ കോളേജിലെ ഹോസ്റ്റലിൽ ചെന്നിരുന്ന് വായിക്കാൻ മണിക്കൂറുകൾ എത്ര പോയി. നമ്മുടെ മക്കൾക്കോ 5000 രൂപയുടെ ഒരു കിൻഡിൽ വാങ്ങിക്കുക. ഏത് പുസ്തകം വേണോ, ലിയോ ടോൾസ്റ്റോയ് വാർ ആൻഡ് പീസ് ചാപ്റ്റർ 2 പേജ് 2 എന്നടിച്ചാൽ ആ പേജ് 2 അപ്പം സ്ക്രീനിൽ വരും. പ്രൈവറ്റ് ബസ്സിൽ പോകണ്ട, ലൈബ്രറി ചെന്ന പുസ്തകം ഷെൽഫിൽ തപ്പണ്ട, ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കാത്ത് നിൽക്കണ്ട, വരണ്ട, ഒറ്റയടിയാ. ഇനി അത് വായിക്കാൻ തുടങ്ങുമ്പോൾ വായിക്കാനൊരു രസമില്ല. ശരി സായിപ്പേ വായിക്കടാ എന്ന് പറഞ്ഞാൽ സായിപ്പ് ഉടനെ അത് പുസ്തകം വായിച്ച് കേൾപ്പിക്കും. നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നേച്ചാൽ മതി, പുസ്തകം വായനയിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനി ആൺ ശബ്ദം അത്ര രസമല്ല, പെൺ ശബ്ദം വേണം. വായിക്കടി മദാമ എന്ന് പറഞ്ഞാൽ മദാമ ഇംഗ്ലണ്ടിൽ നിന്ന് അങ്ങോട്ട് വായിച്ചു തുടങ്ങും. ഭംഗിയായിട്ട് പുസ്തകം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി മദാമയെ കൊണ്ടത് വായിച്ചാൽ ഒരു ഗുണമുണ്ട്, ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമ്മുടെ മക്കൾ പഠിക്കും. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സാറ് വന്ന് എന്നെ ഒരു വാക്ക് പഠിപ്പിച്ച്, കിഡ്നാപ്പ് എന്നൊരു വാക്ക് പഠിപ്പിച്ചു. 9ാം ക്ലാസ് ആയപ്പോഴേ എനിക്ക് മനസ്സിലായത് കിഡ്നാപ്പിനെയാണ് ഇയാൾ ഈ കിഡ്നാപ്പ് തന്നെ പഠിപ്പിച്ചതെന്ന്. അദ്ദേഹം പഴയ 7ാം ക്ലാസ്സുകാരനായ സാറായിരുന്നു. ഇപ്പോൾ BA BEd കാരാണ് പിള്ളേർ സാറന്മാരൊക്കെ. ഇങ്ങനെ തെറ്റായി നമ്മുടെ മക്കൾ എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മദാമ ഇതങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാവും. ഇനി ഏതെങ്കിലും വിഷയം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ചില കുട്ടികൾക്ക് കണക്ക് ബുദ്ധിമുട്ടാണ്, ചില കുട്ടികൾക്ക് ഹിസ്റ്ററി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ഫിസിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുണ്ടെങ്കിൽ ബൈജൂസ് ലേണിംഗ് ആപ്പിനോട് പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ ചോദിച്ചാൽ മതി. ഫിസിക്സ് പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം, കണക്ക് പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗം. കമ്പ്യൂട്ടർ ഉടനെ ക്ലാസ് അങ്ങ് തുടങ്ങും. നമുക്ക് നമുക്ക് കട്ടിയുള്ള വിഷയം ഈസിയായിട്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ
ബൈജൂസ് ലേണിംഗ് ആപ്പ്. 21 വയസ്സുള്ളൊരു പയ്യനാണ് ഈ ബൈജൂസ് ലേണിംഗ് ആപ്പ്. 23 വയസ്സുള്ളൊരു പയ്യൻ. അവൻ്റെ ഇപ്പോഴത്തെ ആസ്തി 1600 കോടി രൂപയാണ്. ഏത് കുട്ടിക്ക് ഏത് വിഷയം പഠിക്കാൻ കട്ടിയാണെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പം അതിൻ്റെ ഈസി സ്റ്റഡി മെത്തേഡ് ബൈജൂസ് ലേണിംഗ് ആപ്പിൽ നമുക്ക് കിട്ടും. പണ്ട് ഞാൻ ഒരു പുസ്തകം ഒരു ദിവസം വായിക്കണമെന്ന് വാശിയുള്ളവനായിരുന്നു. ഒരു ദിവസം ഒരു പുസ്തകം തീർന്നില്ലെങ്കിൽ ആ ബാക്കിയുള്ള ഭാഗവും വേറൊരു പുസ്തകം പിറ്റേ ദിവസം വായിക്കും. ചിലപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോഴത്തേന് 5 പുസ്തകത്തിന് പകരം 4 പുസ്തകം തീരുള്ളൂ. ഞാൻ ശനിയും ഞായറും കൊണ്ട് ആ കുടിശ്ശിക തീർക്കും. ഒരാണ്ട് തീരുമ്പോൾ 365 പുസ്തകം തീർത്തിരിക്കും. ഇപ്പോഴോ നമ്മുടെ മക്കൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുസ്തകത്തിൻ്റെ പേരടിച്ച് ബ്ലിങ്ക് BLINK എന്നടിച്ചാൽ ആ പുസ്തകം മുഴുവൻ പണ്ഡിതനായ ഒരു മനുഷ്യനിരുന്ന് പഠിച്ച് 5 പേജിൽ എൻ്റെ സമ്മറി 2 സെക്കൻഡ് കഴിയുമ്പോൾ സ്ക്രീനിൽ വരും. വിശ്വപ്രസിദ്ധമായ എല്ലാ ക്ലാസ്സിക്കും ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. യുദ്ധവും സമാധാനം വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ലൈബ്രറി എടുത്തുകൊണ്ട് 3500 പേജുള്ളൊരു പുസ്തകം 21 ദിവസം എടുത്ത് വായിച്ചു തീർക്കാൻ. ഇപ്പോഴോ ലിയോ ടോൾസ്റ്റോയ് വാർ ആൻഡ് പീസ് ബ്ലിങ്ക് എന്നൊരു അടിയടിച്ചാൽ 5 പേജിൽ ആ നോവലിൻ്റെ സമ്മറി ഇഞ്ഞ് വരും. കവിതയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല, പക്ഷെ പുസ്തകത്തിന് സമ്മറി എപ്പോഴേ കൈ വരും. ഇപ്പം ഞാൻ ഒരു ദിവസം വായിക്കുന്നത് 15 മുതൽ 20 വരെ പുസ്തകമാണ്. അത്യാവശ്യം വേണ്ട പുസ്തകത്തിനെല്ലാം പേരടിച്ച് ബ്ലിങ്ക് ബ്ലിങ്ക് എന്ന് അടിച്ചുകൊണ്ടിരിക്കും. രാത്രി ഒരു 11 മണിയാകുമ്പോഴത്തേനും 15 പുസ്തകം വായിച്ചു കഴിയും. വിജ്ഞാനത്തിന് മഹാസാഗരം നമ്മുടെ മക്കളുടെ മുമ്പിൽ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ മക്കൾ മറ്റുള്ള മക്കളോട് മത്സരിക്കുകയാണ്. മറ്റുള്ള മക്കളൊക്കെ ഇതെല്ലാം പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് വരുന്നത്. നമ്മുടെ മക്കൾ ഒന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് എന്നാൽ അവരുമായി മത്സരിക്കുമ്പോൾ നമ്മുടെ മക്കൾ പിന്നോട്ട് പോകും. അതുകൊണ്ട് 10ാം ക്ലാസ്സിന് ശേഷം എന്ത്, 12ാം ക്ലാസ്സിന് ശേഷം എന്ത്, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. മാതൃഭൂമി പത്രം എല്ലാ വർഷവും ഉപരിപഠനം എന്നൊരു പുസ്തകം പബ്ലിഷ് ചെയ്യും. നമ്മുടെ മക്കൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ വഴിതിരിഞ്ഞ് പോകാനുള്ള ഒരു 120 മെത്തേഡ് എന്തൊക്കെയാണ്. മലയാള മനോരമയുടെ ഡയറക്ടർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ മക്കൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ വഴിതിരിയാൻ പറ്റുന്ന 140 ജോലികൾ എന്തൊക്കെയാണ്. ശമ്പളം കൂടുതലുന്ന ജോലി ഏതാണ്, ഷുഗർ ജോലി കിട്ടുന്ന ജോലി എന്താണ്, കംപ്ലീറ്റ് ഉണ്ട്. മാധ്യമത്തിൻ്റെ വിദ്യ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് സെൻറ്റർ പബ്ലിഷ് ചെയ്യുന്ന ഡയറക്ടർ ഓഫ് കരിയേഴ്സ് ആൻഡ് സ്കോളർഷിപ്സ്. പണ്ട് നമുക്കൊക്കെ അപ്പൻ്റെ അമ്മയുടെ പൈസ കൊണ്ട് പഠിക്കാൻ പറ്റൂ. നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 135 സ്കോളർഷിപ്പാണ്. നമ്മുടെ മക്കൾക്ക് അത് എഴുതിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് 5 പൈസ അല്ലാതെ ആ മക്കൾക്ക് സ്വയം പഠിക്കാൻ പറ്റും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വിട്ട് പഠിപ്പിക്കണമെങ്കിൽ 25 ലക്ഷം രൂപ മുടക്കണം മിനിമം. നമ്മുടെ കുട്ടി സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സായാൽ ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഹാർവാർഡിൽ പോയി പഠിക്കണോ, കംപ്ലീറ്റ്ലി ഫ്രീ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി ഒരു PhD എടുക്കണമെങ്കിൽ 35 ലക്ഷം രൂപ പോകും മിനിമം. പക്ഷേ ഡെസ്റ്റിനേഷൻ LSEയുടെ പരീക്ഷ പാസ്സായാൽ കംപ്ലീറ്റ്ലി ഫ്രീ. കുട്ടി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി PhD എടുത്തുകൊണ്ട് വരും. അപ്പോൾ കുട്ടിയെ സ്കോളർഷിപ്പ് പഠിപ്പിക്കണം, കുട്ടിയെ സ്കോളർഷിപ്പ് പാസ്സാവണം, കുട്ടി സ്വന്തം പൈസ കൊണ്ട് പഠിക്കാൻ കുട്ടിയെ പഠിപ്പിക്കണം. അങ്ങനെ ലോകത്തിൻ്റെ അനന്ത വിഹായസുകളിൽ വലിയ നിലകളിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ആശ്രയിച്ച് ദൈവാശ്രയത്തോടുകൂടി മക്കൾ വളരാനും ആ വളർച്ചയിലൂടെ ജീവിതത്തിൽ വലിയ നിലകളിലെത്തി അവരെപ്പറ്റി ഈ നാട് അഭിമാനം കൊള്ളുമ്പോൾ അതിൽ നിന്ന് സന്തോഷം ലഭിക്കാനും ഈ കൺവെൻഷന് വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മക്കൾ പഠിച്ച് ലോകത്തിലെ ഏത് മത്സര പരീക്ഷയും പാസ്സായി ലോകത്തെ നയിക്കുന്ന നായകന്മാരായി തീരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു.